Good morning. Good morning, ma'am. ഇന്ന് എന്റെ ക്ലാസ് ആണ് കേട്ടാ. ടൈം ടേബിളൊക്കെ തെറ്റിച്ച് വന്നിരിക്കുകയാണ്. ബുധനാഴ്ച വന്നിട്ട് ഞാൻ ഇന്ന് കയറി വന്നിരിക്കണ്ട. ഓക്കെ. നിർമ്മല ടീച്ചർ ആബ്സെന്റ് ആണ്, അതുകൊണ്ട് ലീവാണ്, അതുകൊണ്ട് ഞാനാണ്. നമുക്കൊരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം, കാരണം 52 അല്ലല്ലോ സ്ട്രെങ്ത്. ഒരു 10 മിനിറ്റ്. Good morning. 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, Ma'am. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് എടുക്കുന്ന ചാപ്റ്റർ 8, യൂണിറ്റ് 8 ആണ് കേട്ടോ. പാർട്ട് 1 യൂണിറ്റ് 8 എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത്. നോക്കാം കേട്ടോ. ചൈൽഡ് വെൽഫെയർ. ചൈൽഡ് വെൽഫെയറിന്റെ മീനിങ് എന്താണ്? ചൈൽഡ് വെൽഫെയറിന്റെ മീനിങ് കുട്ടികളുടെ ക്ഷേമം. ശിശു ക്ഷേമം അല്ലെ, അല്ലെങ്കിൽ ശിശു സംരക്ഷണം. രണ്ട് മീനിങ് ഉണ്ട്. അപ്പൊ ഞാനൊരു ബ്ലോഗ് വായിക്കുകയാണ്, കേരള സംസ്ഥാന ശിശു ക്ഷേമ സമിതിയുടെ ഒരു ബ്ലോഗ്. അവരൊരു കോഡ്സ് ആണ് വായിക്കാൻ പോകുന്നത് കേട്ടോ, മലയാളത്തിലുള്ളതാണ്. ഞാൻ വായിക്കുക, എല്ലാവരും കേട്ടിരിക്കുക കേട്ടോ. നാളത്തെ ലോകം എന്താകണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ന് ജനിക്കുന്ന ഓരോ കുഞ്ഞുമാണ്. ദൗർഭാഗ്യവശാൽ എല്ലാവരും ഒരുപോലെ സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കുന്നില്ല. ചിലർ ജനിച്ച ഉടനെ തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. സാമ്പത്തികവും സാമൂഹികവുമായ കാരണങ്ങളാൽ ചിലർ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പിന്തള്ളപ്പെടുന്നു. സ്നേഹവും പരിചരണവും ലഭിക്കാതെ ചില ജീവിതങ്ങൾ പാതി വഴിയിൽ വാടിപ്പോകുന്നു. ജീവിത സാഹചര്യങ്ങളും വളർന്നു വരുന്ന അന്തരീക്ഷവുമെല്ലാം കുട്ടിയുടെ വ്യക്തിത്വത്തെ വളർത്തി എടുക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇല്ലായ്മകളിൽ തളർന്നു പോകാതെ ഓരോ കുട്ടിയും അവർക്ക് അർഹിക്കുന്ന ജീവിത സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ശിശുക്ഷേമ സമിതി നടത്തി വരുന്നത്. അപ്പൊ കേരള
സംസ്ഥാന ശിശുക്ഷേമ സമിതി, ചൈൽഡ് വെൽഫെയറിന്റെ ഒരു എന്താ പറയാ അവരുടെ സമിതിയെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അവരുടെ ഒരു എന്താ പറയാ അവരുടെ വ്ലോഗാണ് ഇപ്പൊ നമുക്ക് കണ്ടത്. ഇതിലെന്താ പറഞ്ഞത്, കുട്ടികൾ നമ്മുടെ ഓരോ കുട്ടികളും നാളത്തെ തലമുറയുടെ എന്താണ് ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മൾ പറയും. ഓരോ കുഞ്ഞു മക്കളും നമ്മുടെ നാളെ വരെ തലമുറയുടെ എന്താണ് ഭാവി വാഗ്ദാനങ്ങളാണ്. നമ്മുടെ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച തന്നെ എന്ത് ചെയ്യണത്. അപ്പൊ ആ വന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? അവരുടെ പാരന്റ്സിന്റെയും നമ്മൾ ജീവിക്കുന്ന നമ്മൾ എവിടെയാണോ താമസിക്കുന്ന അവിടുത്തെ ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്വമാണ് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യം ഒരുക്കുക എന്നുള്ളത്. ഒരു കാര്യം പറയട്ടെ, എല്ലാ കുട്ടികളും ഒരേപോലെയാണോ ഭൂമിയിലേക്ക് ജനിക്കുന്നത്? എല്ലാവരും ഒരുപോലെയാണ് ജനിക്കുന്നത്, പക്ഷെ എല്ലാവരും നല്ല സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. ചില കുട്ടികൾ എന്ന് പറയുമ്പോൾ നല്ലൊരു സാഹചര്യത്തിലേക്കായിരിക്കും വരണമെങ്കിൽ ചിലവരെങ്ങനെ ഇരിക്കും, ജനിച്ച ഉടനെ തന്നെ അവരെ ഉപേക്ഷിക്കപ്പെടുന്നു. മാതാപിതാക്കളെ തന്നെ അവരെന്ത് ചെയ്യും, ഉപേക്ഷിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉപേക്ഷിച്ച് കിട്ടുന്ന കുട്ടികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ അമ്മത്തൊട്ടിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ ഉപേക്ഷിച്ച് കിട്ടുന്ന കുട്ടികളെല്ലാവരും അമ്മത്തൊട്ടിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, വളർത്തി അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസവും അവർക്ക് വളർന്നു വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യും? ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. ഇത് പറഞ്ഞോളൂ കേട്ടോ. ഇനി നമുക്ക് നോക്കാം ചൈൽഡ് വെൽഫെയർ എന്താണ്. Child welfare is a concept which goes beyond providing just education and literacy. ശിശുക്ഷേമം എന്നത് കേവലം വിദ്യാഭ്യാസ സാക്ഷരതയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ അങ്ങനത്തെ അതിനപ്പുറമായിട്ടൊരു ആശയമാണ് എന്ത് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത്. ആസ് ചിൽഡ്രൻസ് ആർ ദ അസറ്റ്സ് ഓഫ് ദ നേഷൻ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ അസറ്റ്സ് ആയിട്ട് കാണുന്നത്. They should be properly cared for and brought up for the benefits of the bright future of the nation. നമ്മുടെ രാജ്യത്തിന്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്തെടുക്കണം, വാർത്തെടുക്കണം. ആ ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മുടെ നേഷന്റെയാണ്. സോ വി ഹാവ് ടു അറേഞ്ച് സ്പെഷ്യൽ ആൻഡ് റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് ഫോർ ദ ചിൽഡ്രൻസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടും റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തണം. പ്രൊവൈഡ് ദം വിത്ത് എ ബാലൻസ്ഡ് ആൻഡ് ന്യൂട്രീഷൻ ഡയറ്റ്. നല്ല രീതിയിലുള്ള ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് പ്രൊവൈഡ് ചെയ്യണം. പ്രൊട്ടക്ട് ദം ഫ്രം ഹാർംഫുൾ ഇൻഫ്ലുവൻസ് ഇൻ ദ എൻവയോൺമെന്റ്. ഹാർംഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ടേക്ക് കെയർ ഓഫ് ദർ എഡ്യൂക്കേഷൻ ആൻഡ് ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്. അവരുടെ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ട് ചെയ്യണം, അതേപോലെ ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ എന്താണ് ഈ പറഞ്ഞത്? കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നേഷന്റെ അസറ്റ്സ് ആണ്. അവരെ നല്ല രീതിയിൽ വേണം നമ്മ എന്ത് ചെയ്യാനായിട്ട്, വളർത്തിയെടുക്കാനായിട്ട്. അവർക്ക് നല്ല രീതിയിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ ആയിട്ടും റെഗുലർ ആയിട്ടും മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് കുഞ്ഞു പിള്ളേർക്ക് എത്രയാണ് ജനിച്ച ഉടനെ മുതൽ ഒരു 14 വയസ്സ് വരെയൊക്കെ അവർക്ക് ഇന്ന് വാക്സിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ ഉണ്ട്, വെയിറ്റ് നോക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽത്ത് കെയർസ് പ്രൊവൈഡ് ചെയ്യണം. അത് കൂടാണ്ട് അവർക്ക് ബാലൻസ്ഡ് ആൻഡ് ന്യൂട്രീഷൻ ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞുള്ള കുട്ടികൾക്ക് ഒരു 3 വയസ്സ് വരെ എന്ത് കൊടുക്കുന്നുണ്ട്, അവർക്ക് പോഷകാഹാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ എന്ത് കൊടുക്കുന്നുണ്ട്, അമൃതം പൊടി കിട്ടാറില്ലേ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു പാക്കറ്റില് എന്ത് കൊടുക്കുന്നുണ്ട്, ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിന് ഇവിടെ അമൃതം അങ്ങനെ ഞങ്ങൾ എവിടെയൊക്കെ പറയണേ, അമൃതം പൊടി എന്നാ പറയണേ. പിന്നെ അത് കഴിഞ്ഞ് 3 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ എങ്കിലാക്കും അംഗൻവാടികളിലേക്ക് ആക്കിയാണ്. അപ്പൊ അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം, ഉച്ചയ്ക്ക് നല്ല പോഷകമായിട്ടുള്ള ഭക്ഷണം, അതേപോലെ ടിഫിൻ, പിന്നെ പാല്, മുട്ട, അതൊക്കെ ഉള്ള അംഗൻവാടിയില് ചില ദിവസങ്ങളിൽ പാലും മുട്ട ഉണ്ടാവും, അല്ലാത്ത ദിവസങ്ങളിൽ ഈ പറഞ്ഞ റെഗുലർ ആയിട്ട് ഉച്ചഭക്ഷണം ഉണ്ടാവും. അത് കഴിഞ്ഞ് സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ 1 മുതൽ ഇത്ര ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കേണ്ട, ഉച്ചഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്, അവർക്ക് പോഷകമായിട്ടുള്ള ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആര് നോക്കുന്നുണ്ട്, ഗവൺമെന്റ് നോക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞു. എന്താണ് എഡ്യൂക്കേഷൻ? 1-ാം ക്ലാസ് മുതൽ ഒരു വയസ്സ് മുതൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ഫ്രീ എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിക്കുന്നില്ല, അല്ലെ? ഫ്രീ എഡ്യൂക്കേഷൻ അല്ലേ പ്രൊവൈഡ് ചെയ്യണേ? എന്താണിത്? ആരും റെസ്പോൺസ് ഒന്നും ഇല്ലാണ്ടിരിക്കണം. ഓക്കെ. അപ്പം ഈ ചൈൽഡ് വെൽഫെയറിന്റെ മീനിങ് ആയിട്ട് ഇത്രയും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് എന്തൊക്കെ അറിയാന്ന് ഓരോരുത്തരും എക്സ്പ്ലെയിൻ ചെയ്യാട്ടെ. ചൈൽഡ് വെൽഫെയറിന് എന്തൊക്കെ വേണം,
അല്ലെങ്കിൽ കുട്ടികളുടെ സംരക്ഷണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളത് ഓരോരുത്തർക്കും ആണ്. ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ട വാക്സിൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഒക്കെ നമ്മൾ എന്താ പറയാ 2 വയസ്സ് വരെ മസ്റ്റ് ആയിട്ട് ഒരു ബേബിക്ക് നമ്മൾ കൊടുക്കണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റേജ് വരെ പിള്ളേർക്ക് 6 മാസം വെച്ചിട്ട് നമ്മൾ അവർക്ക് വൈറ്റമിന്റെ മരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫുഡ്, അവർക്ക് എങ്ങനത്തെ ഫുഡുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഓരോരോ സ്റ്റേജിൽ, അതായത് അവർക്ക് ഓരോ വാക്സിൻ എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫുഡിന് ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രഗ്നൻസി ടൈം ടു നമ്മൾ പിള്ളേരിനെ വളർത്തുന്നത് മുതൽ അവർക്ക് എങ്ങനത്തെ ഫുഡുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു അറിവ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിലും മാം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഫുഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആണെങ്കിലും 10th വരെ അവർക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ടാണ്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഒരാളും കൂടി പറഞ്ഞോ. ഞാൻ പറയാം, നമുക്ക് ബേസിക് ആയിട്ട് ഒരു കുട്ടിക്കാണേലും സാധാരണ ആർക്കാണേലും വേണ്ടത് നമുക്ക് ഫുഡ്, ഡ്രസ്സ്, നമുക്ക് സുരക്ഷിതമായി താമസിക്കാനും അതാണ് വേണ്ടത്. അത് കുട്ടിക്ക് കിട്ടുന്നുണ്ടോ ഉറപ്പ് വരുത്തുക എന്നുള്ളത്, പിന്നെ അവന്റെ സംരക്ഷണം അതും കൂടി ഈ ചൈൽഡ് വെൽഫെയറിൽ കൊടുക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിഫോംസ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫുഡ് മിസ് പറഞ്ഞ പോലെ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഭവന നിർമ്മാണ പദ്ധതികളിലൂടെ നമ്മുടെ ഗവൺമെന്റ് കുട്ടികളെ തന്നെ ഇപ്പം പലയിടത്തും നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്, മറപ്പുരകളില്ലാതെ തന്നെ കുളിക്കാൻ പോകുന്ന കുട്ടികളെ, അവർക്കൊക്കെ അത് നോക്കി പിടിച്ച് തന്നെ കുഞ്ഞുങ്ങൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം അത് ചൈൽഡ് വെൽഫെയർ അങ്ങനെയുള്ള അതോറിറ്റികളും അത് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളായിട്ട് തന്നെ നമ്മുടെ കുട്ടികളെ അതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആസ് എ ടീച്ചർ നമ്മളും അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഓരോ കുട്ടിയും വളർന്നു വരുന്ന സാഹചര്യം, ജീവിത സാഹചര്യം അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണേൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി നല്ലൊരു പാരന്റ്സിന്റെ നല്ലൊരു പാരന്റ്സ് ആണ് വളർത്തി വരുന്നതും മറ്റൊരു കുട്ടീനെ അത്യാവശ്യം അത്യാവശ്യം ഒരു സിംഗിൾ മദറോ അല്ലെങ്കിൽ ഡിവോഴ്സ്, ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഫാമിലീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഫാമിലിയിൽ നിന്ന് വളർന്നു വന്ന കുട്ടിയും നല്ലൊരു ഫാമിലിയിൽ നിന്ന് വളർന്നു വന്ന കുട്ടിയും തമ്മിൽ അവരുടെ ക്യാരക്ടറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു നല്ലൊരു ഫാമിലി അന്തരീക്ഷമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ നമ്മളും ഹസ്ബൻഡും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊരിക്കലും കുട്ടികളുടെ മുമ്പിൽ എന്ത് ചെയ്യരുത്, തുറന്ന് കാണിക്കരുത്. കുട്ടികളുടെ മുമ്പിൽ നമ്മൾ വഴക്കിടാൻ പാടില്ല, അവർ ഉപദ്രവിക്കാനായിട്ട് പാടില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ മനസ്സ് ചെറിയ മനസ്സാണ്. അവരുടെ മനസ്സിൽ അത് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് അത് മറന്നു പോകില്ല. കാരണം കുഞ്ഞു മനസ്സല്ലേ, അത് പെട്ടെന്ന് മറന്നു പോകൂല. അപ്പൊ നമ്മള് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഫാമിലി അന്തരീക്ഷം എന്ന് പറയുന്നത് നല്ലൊരു അന്തരീക്ഷമായിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ വളർന്നു വരാനും നന്നായിട്ട് പഠിക്കാനും നമ്മുടെ ഭാവിയില് നല്ലൊരു തലമുറയായിട്ട് വളർന്നു വരാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ പാരന്റ്സ് എന്ത് ചെയ്യരുത്, കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും അടുത്ത നമ്മുടെ വേറൊരാളെ ഉപദ്രവിക്കരുത്. അതേപോലെ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവില്ല, നമ്മുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ വേണം പെരുമാറാനായിട്ട്. നമ്മുടെ പാരന്റ്സ് കുട്ടികളുടെ പാരന്റ്സ് എന്ത് ചെയ്യാം, മാതാപിതാക്കളോട് നല്ല രീതിയിൽ, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം. അത് കണ്ടായിരിക്കണം കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്, വളർന്നു വരുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ഭർത്താവിനോടും അതേപോലെ എന്റെ ഭർത്താവ് എന്നോട് പെരുമാറുന്നത് കണ്ടിട്ടാണ് കുട്ടികൾ വലുതായി വരുന്നത്. നല്ല രീതിയിൽ പെരുമാറുന്നത് കണ്ടാലേ അവർ നല്ലൊരു രീതിയിൽ വളർന്നു വരുള്ളൂ. അപ്പൊ കുട്ടികള് വളർന്നു വരുന്നതിൽ ഫാമിലിക്ക് വളരെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാട്ടോ. The family surrounding the child has an important role in his welfare. അപ്പൊ അത് കുട്ടികളുടെ വെൽഫെയറിൽ അവര് വളർന്നു വരുന്ന സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പരിസ്ഥിതി വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് വഹിക്കുന്നത്. If the family background is not good, it is likely to affect the children's life and development. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഗുഡ് അല്ലെങ്കിൽ മോശമായ ഒരു ഫാമിലി സാഹചര്യത്തിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടിക്ക് അത് അവരുടെ ലൈഫിനെ അത് നല്ല രീതിയിൽ അഫക്ട് ചെയ്യും, അവരുടെ ഡെവലപ്മെന്റിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും.
Therefore, the scheme for welfare of the children are to be extended to the family. Minimum family well-being is to be ensured. അപ്പൊ നമ്മുടെ ചിൽഡ്രൻസിന്റെ വെൽഫെയർ എന്ന് പറയുന്നത് ഫാമിലിയിലേക്കും കൂടി എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അതേപോലെ ഒരു മിനിമം ഫാമിലി വെൽബീയിങ് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാനായിട്ട് എല്ലാ പാരന്റ്സും എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മുടെയൊക്കെ മുമ്പിൽ ഓരോ കുട്ടികൾ വരുമ്പോ അവരുടെ ബിഹേവിയറിന് എന്തെങ്കിലും പ്രശ്നം തോന്നാണെന്ന് വിചാരിക്കും. ബിഹേവിയറിന് എന്തെങ്കിലും പ്രശ്നം തോന്നുമ്പോൾ അവർ ഫാമിലിയോട് വിളിച്ച് പറയും, കുട്ടികൾ ഇങ്ങനെ ഒരു വയലന്റ് ആയിട്ടാണ് പെരുമാറുന്നത്, അതെന്തുകൊണ്ടാണ് ഞാൻ കാരണോട്, നിങ്ങൾ ഫാമിലിയിൽ എന്തൊക്കെയാണ് പ്രശ്നമുണ്ട്. അപ്പൊ അവരോട് പറയുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കും. കാരണം ഒരു കാരണവശാലും കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നം എന്ത് ചെയ്യരുത്, ഡിസ്ക്ലോസ് ചെയ്യരുത്. അതേപോലെ കുട്ടികളോട് അധികം ഒരുപാട് ഉറക്കെ എന്ത് ചെയ്യരുത്, ഷൗട്ട് ചെയ്യരുത്. പിള്ളേരോട് ചില പാരന്റ്സ് അങ്ങനെ ആയിരിക്കും, ഭയങ്കര ഷൗട്ട് ചെയ്താൽ അവര് സൗണ്ട് കൂട്ടി അവർ ഷൗട്ട് ചെയ്യാൻ നോക്കും. അപ്പൊ അവർക്ക് കുട്ടികൾക്ക് സ്നേഹം ഉണ്ടാവില്ല പാരന്റ്സിനോട്. എന്തായിരിക്കും, ഒരു പ്രത്യേക ഭയമായിരിക്കും. നമ്മൾ ആ ഭയം പാടില്ല, നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് വേണം നമ്മുടെ മക്കളോട് എന്ത് ചെയ്യാനായിട്ട്, ഇടപെടാനായിട്ട്. എന്നാലേ അവർക്ക് ഭാവിയിൽ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാലും നമ്മൾ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മുടെ മക്കളോട് എന്തെങ്കിലും നല്ല രീതിയിൽ പെരുമാറണം, ഷൗട്ട് ചെയ്യരുത്. അവർ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ അത് മിസ്റ്റേക്ക് ആണ് മോനെ, ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അത് തെറ്റാണെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും അവരോട് ഷൗട്ട് ചെയ്യരുത്, അതേപോലെ ഉപദ്രവിക്കരുത്. ഒരു കാരണവശാലും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കരുത്. The family has to promote healthy habits in the children. കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിൽ ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഫാമിലിക്കാണ് ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവരോട് പറയണം, ബ്രഷ് ചെയ്യണം, കൈ മുഖമൊക്കെ കഴുകണം. അത് കഴിഞ്ഞ് പിന്നെന്താണ്, കുളിക്കുക. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഈ ഭക്ഷണമൊന്നും പാത്രത്തിന് ചുറ്റും തെറിപ്പിക്കാണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ നോക്കണം. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാല് കുട്ടി ഇപ്പൊ സ്വന്തം പാത്രമൊക്കെ എടുത്ത് അടുക്കളയിലേക്കൊക്കെ വെക്കാറായി കഴിഞ്ഞാൽ അവരോട് പറയാം, നിങ്ങൾ ഇങ്ങനെ പാത്രം വെക്കരുത്, അതൊന്ന് വാഷ് ചെയ്തിട്ട് വേണം കൊണ്ടുവന്ന് വെക്കാൻ. കാരണം എന്താണ്, അപ്പൊ അവര് അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം, പാരന്റ്സ് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ടാവില്ല, ഹസ്ബൻഡോട് പറയണം, എന്ത് പറയാ, മോൻ ആ വാഷ് ചെയ്താലേ കൊച്ചുങ്ങൾക്ക് കണ്ട് പഠിക്കുള്ളൂ, എന്നാലും അവർ നല്ല ഹാബിറ്റ്സുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ആൺപിള്ളേരെ കൊണ്ട് ചില പാരന്റ്സ് ആണ് കേട്ടോ, ആൺപിള്ളേരെ കൊണ്ട് ഒരു പണി എടുപ്പിക്കില്ല, പെൺപിള്ളേരെ കൊണ്ട് എല്ലാ പണി എടുപ്പിക്കും. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഡിസ്ക്രിമിനേഷനും ഗേൾസ് ബോയ്സ് അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. രണ്ടുപേരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാനായിട്ട്. The health of an individual depends on what he does and not what he knows. അപ്പൊ അതിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന് അറിയേണ്ടത് അല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചിരിക്കും. Of course, the person health habit, attitude and the goals are the result of his learning experience. നമ്മുടെ ഹെൽത്ത് ഹാബിറ്റ്സുകൾ എങ്ങനെയാണ്, ഇപ്പൊ നമ്മളുടെ വീട്ടിലുള്ള ഓരോരുത്തർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ട്രെയിൻ ആവണം. ഞാൻ രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യും വിചാരിക്കും, രാവിലെ നേരം രാത്രി ബ്രഷ് ചെയ്യും, ഓർക്കാനേക്കാൾ മുമ്പ് ബ്രഷ് ചെയ്യണമെങ്കിൽ നമ്മുടെ കുട്ടികൾ അത് കണ്ടു വളരണം. അപ്പൊ അവരെന്ത് ചെയ്യും, രാവിലെ ബ്രഷ് ചെയ്യും, അതേപോലെ ഈവനിങ് വൈകുന്നേരം ബ്രഷ് ചെയ്യും. അതേപോലെ രാത്രി കടക്കണേക്കാളും മുമ്പ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ ഹസ്ബൻഡ് രാത്രി കടക്കണേക്കാളും മുമ്പ് കാല് നന്നായിട്ട് വന്നിട്ട് എടുത്തു, കാല് കഴുകിയിട്ടായിരിക്കും ബെഡ്റൂമിലേക്ക് വന്നത്. ഇപ്പൊ മൂത്ത കൊച്ച് അവളും അതേപോലെ തന്നെ അച്ഛനോട് പറയും, എനിക്ക് കാല് കഴുകണമെന്ന് പറഞ്ഞു ഒരുമിച്ച് പോയി രണ്ടുപേരും കാല് കഴുകിയിട്ട് വന്ന് കിടക്കും. അപ്പൊ എന്താണ്, അതിന്റെ പാരന്റ് എന്താണോ ചെയ്യണത് അത് കണ്ടാണ് നമ്മുടെ മക്കളും എന്ത് ചെയ്യണത്, ആ ഹാബിറ്റ് വരുന്നത്. അപ്പൊ നല്ല ഹെൽത്തി ഹാബിറ്റ്സുകൾ കുട്ടികളിൽ എന്ത് ചെയ്യാ, ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. It is the pre-primary education that builds up its healthy habits in the family. Pre-primary education ആണ് ഇങ്ങനത്തെ healthy habits ബിൽഡ് ചെയ്യണത്. അപ്പൊ എന്താണ്, നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് കുട്ടികളുടെ വളർച്ചയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സ് നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാവി എങ്ങനെയാണെന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ വളർന്നു വരുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. നമുക്ക് നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വളർന്നു വരുന്ന കുട്ടിയാണെങ്കിൽ നല്ല രീതിയിലേക്ക് പോകും. അത് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും മോശമാണെങ്കിൽ ആ കുട്ടിയുടെ ലൈഫും അതിന് വളരെയായിട്ട് ബാധിക്കും. എന്താ പറയുന്നത്, നമ്മുടെ പാരന്റ്സ് എപ്പോഴും ഒരു നല്ല ഹെൽത്തി ഫാമിലി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. കുട്ടികളായിട്ട് കുറച്ചും കൂടി കോൺവെർസേഷൻസ് ഒക്കെ കൊടുക്കുക. അതേപോലെ തന്നെ കുട്ടികളോട് കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പാരന്റ്സ് കുട്ടികളോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നോക്കുക.
ആ സമയമാകുമ്പോഴേക്കും ഫുഡൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു ഹെൽത്തി എൻവയോൺമെന്റ് എന്ത് ചെയ്യാൻ തുടങ്ങാം, പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. അല്ലാണ്ട് അച്ഛൻ എപ്പോഴും വന്ന് ഫുഡ് കഴിച്ച് അതെപ്പോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കണം, അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ച് വേറെ സ്ഥലത്ത് വേറെ TV കണ്ടുകൊണ്ടിരിക്കണം, സീരിയൽ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ അല്ലാതെ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ആ ഒരു കുറച്ച് സമയം നമുക്ക് കിട്ടണുള്ളൂ. കാരണം ബാക്കിയുള്ള സമയം സ്കൂളുകളിൽ അല്ലെങ്കിൽ വർക്ക് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ച് കുട്ടികളോടൊപ്പം ഒരു 10-15 അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് തുടങ്ങാം. നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത് ആ ഒരു കണ്ടിട്ടായിരിക്കും. അല്ലെങ്കിൽ അപ്പൊ നമ്മളോട് കുറച്ചും കൂടി എന്തുണ്ടാവും, ഒരു അടുപ്പുണ്ടാവും. ഈ ഫോണിലും അതേപോലെ തന്നെ കാര്യങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നേക്കാളും അവർക്ക് ഫാമിലിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ വളർന്നു വന്ന സമയത്ത് എനിക്ക് അച്ഛൻ വൈകിയ ജോലി ഒക്കെ കഴിഞ്ഞ് അച്ഛൻ വൈകുന്നേരം വരുന്നത് ഒരു 8:30-9 മണിയൊക്കെ കഴിയും വരുമ്പോ, വീട്ടിൽ വരുമ്പോ. അത് കഴിഞ്ഞ് അച്ഛൻ കുളിച്ചിട്ട് വന്നിട്ട് ഞാനും അച്ഛനും അമ്മയും അനിയത്തി കൂടെ ഒരുമിച്ചായിരുന്നു ആദ്യമൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അന്ന് ഞങ്ങളുടെ വീട് ചെറുതായിരുന്നു, അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ അടുത്താണ് എന്താ പറയാ, ഭയങ്കര എല്ലാവരും തമ്മിൽ ഭയങ്കര അടുപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീടൊക്കെ വെച്ച് വലിയ വീടൊക്കെ വെച്ച് മാറിക്കഴിഞ്ഞപ്പോ ആ ഒരു അടുപ്പ് അങ്ങോട്ട് സ്പ്ലിറ്റ് ആവാൻ തുടങ്ങി. കാരണം ഞാൻ എപ്പോഴും എന്റെ റൂമിലേക്കായി. അങ്ങനെ ആവരുത്. ഞാൻ പറഞ്ഞ ഞങ്ങൾ ഡിസ്റ്റന്റ് ആയിരുന്നല്ല, എന്നാലും കുറച്ചും കൂടി സെപ്പറേഷൻ വന്നു. എല്ലാവരും തമ്മിൽ കുറച്ചും കൂടി അകലമായി. ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു, കുഞ്ഞു ഫാമിലി ചെറിയ വീടായിരുന്നപ്പോ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്, ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, മക്കള് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ ടൈമിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ കുട്ടികൾ പറയും. നമ്മളോട് പേടി ഉണ്ടാവില്ല അവർക്ക്. എക്സാമിന് ഇന്നതാണ് മാർക്ക്, അപ്പൊ നമ്മൾ പറയാം മാർക്ക് കുറഞ്ഞു ഒരു കാരണവശാലും മക്കളെ എന്ത് ചെയ്ത് ഉപദ്രവിക്കാൻ പാടില്ല. കുഴപ്പമില്ല, നീ അടുത്ത ടെസ്റ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്താൽ മതി, മാർക്ക് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. ഒരു കാരണവശാലും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടീനെ മറ്റൊരു കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്യാൻ ഒട്ടും പാടില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ എബിലിറ്റീസ് ആയിരിക്കും. അപ്പൊ നമ്മൾ പറയരുത് എടാ നീ കണ്ട നിന്റെ കൂട്ടുകാരെ കണ്ടു പഠിക്കും. ഒരു കാരണവശാലും അങ്ങനെ കമ്പയർ ചെയ്യരുത്. അപ്പൊ എന്താ പറഞ്ഞത്, ചിൽഡ്രൻസ് ആൻഡ് ഫാമിലിയാണ് പറഞ്ഞത്. ഇനി കുട്ടികളും അവരുടെ എന്താണ് ഫാമിലിയും തമ്മിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പറയാട്ടോ. ചിൽഡ്രൻസും ഫാമിലിയും തമ്മിൽ, അല്ലെങ്കിൽ ചിൽഡ്രൻസിന്റെ വെൽഫെയറിൽ ഫാമിലിക്ക് എന്താണ് റോൾ എന്നുള്ള കാര്യം ഓരോരുത്തരും പറയാം. ഓരോരുത്തർ പറഞ്ഞോ. ഇപ്പൊ മാം ഫോൺ യൂസേജ് ഇപ്പൊ ഭയങ്കര കൂടുതലാണ്. അതെ, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ എല്ലാവരും ചില സമയത്ത് ഞാൻ മിക്ക വീട്ടിലും കണ്ടിട്ടുള്ളതാണ്, എല്ലാവരും ഓരോ നേരത്തെ വന്ന് കഴിച്ചിട്ട് പോകും. അതായത് എല്ലാവരും ഫോണിലും മുഴുകി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഉണ്ടാകൂല. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫാമിലിയിൽ മെയിൻ ആയിട്ട് വേണ്ടത്. അങ്ങനെ എങ്കിലും സംസാരിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഇടയിലൊക്കെ, അതൊക്കെ എന്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. എന്റെ ബ്രദറൊക്കെ അവനെപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ടിരിക്കും, ഇങ്ങനെ എല്ലാവരും വന്ന് ഒരുമിച്ച് ഇരുന്ന് കഴിക്കണം എന്ന് പറയുമ്പോൾ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഒരു ഫാമിലിയിലെ ഏറ്റവും ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പൊ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്നാലും കാര്യങ്ങൾ വന്ന് എല്ലാവരോടും ഷെയർ, അമ്മേനോടാണെങ്കിലും ഷെയർ ഒക്കെ ചെയ്ത്, അതൊക്കെ ഒരു ബോണ്ടിങ് ആണ്. അപ്പൊ അതൊക്കെ വേണം. നേരെ വന്ന് ചില പിള്ളേർ കണ്ടിട്ടുണ്ട് ഫോണിലേക്ക് നേരെ വന്ന് നോക്കി പിന്നെ TV കണ്ടുകൊണ്ടിരിക്കും. അതൊരു ഒറ്റപ്പെടലുണ്ടാകും വീട്ടിലാണെങ്കിൽ. അവർക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോ അവര് എന്താ പറയാ, ഭയങ്കരമായിട്ട് എന്താ പറയണേ, ഫാമിലിനോട് പറയൂല. അവര് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവരുടെ പാരന്റ്സിനോട് പറയാതെ ആവും. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. വേറൊരാൾ പറയാം, അടുത്ത ആൾ പറയാം. വൃത്തി ശീലിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. ഓക്കെ പറഞ്ഞോ. വൃത്തി ശീലിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. പിന്നെ നമ്മുടെ പരിസരവും എല്ലാം ശുദ്ധീകരിച്ച് നമ്മൾ വെക്കണം. അപ്പൊ കുട്ടികളും അത് കണ്ട് നല്ല ഹൈജീനായിട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നേക്കാളും മുമ്പ് നമ്മള് ഹാൻഡ് എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ വാഷ് ചെയ്യണമെന്ന് കുട്ടികളും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും മുമ്പ് വന്ന് കൈ വാഷ് ചെയ്യും. അപ്പൊ അവരതൊരു ഹെൽത്തി ഹാബിറ്റ് എന്ത് ചെയ്യാൻ ശീലിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികള് കഴിച്ചു കഴിഞ്ഞാൽ, നമ്മളായാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് എന്ത് ചെയ്യാൻ കഴുകി വെക്കാം. ഹസ്ബൻഡ്സിനോടൊക്കെ പറഞ്ഞു നിങ്ങൾ ചെയ്തോ,
സാധാരണ ഒരു പ്ലേറ്റ് കഴുകി വെക്കണ കാര്യമില്ല. നമ്മ കഴിച്ച ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കണം, അത്ര വലിയ പ്രശ്നമൊന്നുള്ള കാര്യമല്ല. അതേപോലെ കുട്ടികളോട് പറയാം, അവരവരുടെ ടിഫിൻ ബോക്സ് കൊണ്ടുപോകണ്ടല്ലോ. ടിഫിൻ ബോക്സ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് ചില പിള്ളേർ അത് അങ്ങനെ പാടെ അടച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും. ചിലപ്പോ അത് വെള്ളിയാഴ്ച ആണെങ്കിൽ പിന്നെ ഞായറാഴ്ച, ശനി ഞായർ തിങ്കളാഴ്ച രാവിലേക്ക് ആ പാത്രം തുറന്നു നോക്കുന്നത്. അപ്പൊ അതിലെന്താണ് ചിലപ്പോ പൂപ്പലും ഫംഗസ് ഒക്കെ വരാനുള്ള എന്തുണ്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയണം കുട്ടികളോട്, മക്കളെ ഇത് കഴുകി വേസ്റ്റ് കളഞ്ഞ് ഇത് കഴുകി ചുമ്മാ കഴുകി വെച്ചാൽ മതി, എന്നിട്ട് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ശീലങ്ങൾ ശീലിപ്പിച്ചെടുക്കാം നമ്മുടെ കുട്ടികളിൽ. ഞാനൊരു ശീലമാണ് പറഞ്ഞത്, അതെന്ത് ചെയ്തെടുക്കാം, ശീലിപ്പിച്ചെടുക്കണം. നമ്മൾ തന്നെ പറഞ്ഞ് അവരെ കൊണ്ട് അത് ഡെവലപ്പ് ചെയ്ത് ഇടിപ്പിക്കണം. ഓക്കെ, നീ ഹെൽത്തി ഹാബിറ്റ്സ് പറഞ്ഞോ കുട്ടികളിലെ ഫാമിലി പിന്നെ സ്കൂൾ ഫാമിലി. വിട്ട് വരുന്ന കുട്ടികളോട് അവരുടെ സ്കൂളിലെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറയുക. ഇന്ന് ഏതൊക്കെ ടീച്ചർമാര് വന്നു, ഏതൊക്കെ പഠിപ്പിച്ചു, എത്ര കൂട്ടുകാരുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. പിന്നെ ടെസ്റ്റ് പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ മാർക്ക് പറയുമ്പോ വഴക്കൊക്കെ പറയാതെ സമാധാനിപ്പിച്ചു വിടുക, അങ്ങനെയൊക്കെ. അത് ശരിയാണ്. അത് ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ വീട്ടിൽ വന്നിട്ട് സ്കൂളിലെ കാര്യങ്ങളൊന്നും പറയാറില്ല. ഇപ്പൊ എൻ്റെ വീട്ടിലെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ എന്ത് നടന്നാലും നമ്മളൊക്കെ വന്നത് അമ്മയോട് പറയുമായിരുന്നു. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ എങ്ങനെയാണെന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരെയും നമ്മുടെ പാരൻസിന് നന്നായിട്ട് അറിയുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടം പറഞ്ഞാൽ ഒരു ടീച്ചേഴ്സിനെയും നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ടീച്ചേഴ്സിന്റെ പേര് പോലും ചില കുട്ടികൾ വീട്ടിൽ വന്ന് പറയാറില്ല. ഇപ്പൊ എന്റെ മോനോടൊക്കെ ആണെങ്കിൽ ചോദിച്ചാൽ അവൻ പറയില്ല എന്താ ഇന്ന് പഠിപ്പിച്ചത്, എന്താ ഇന്ന് എഴുതി തന്നത്, ഇന്ന് ഏത് ടീച്ചറാണ്, എവിടെന്നാ, ഒന്നും അറിയില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു കാര്യങ്ങളും പരസ്പരമുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. ഫ്രണ്ട്സിനെ പേര് പോലും, പല കുട്ടികളുടെ പേര് പോലും ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഓരോ കുട്ടികളും ഇന്ന്. കാരണം ഇന്ന് എല്ലാ കുട്ടികൾക്കും ഫോൺ മതി. അഥവാ എന്തെങ്കിലും നമ്മൾ വന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഗ്രൂപ്പിൽ ടീച്ചർ ഇട്ടിട്ടുണ്ടാകും, അമ്മ ഗ്രൂപ്പിൽ നോക്കും. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഇത്. നമ്മൾ പഠിക്കുമ്പോൾ ഈ ഗ്രൂപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പറയുന്ന അറിവ് മാത്രമാണ് നമ്മുടെ പാരന്റ്സിനുള്ളത്. നമ്മൾ പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ പ്രശ്നങ്ങളും എല്ലാം അറിയാം. ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താണെന്നോ, അവരെ ഏത് രീതിയിലാണ് പഠിപ്പിക്കുന്നതെന്നോ, ടീച്ചറിന്റെ ഒരു ക്യാരക്ടർ എന്താണെന്നോ, എങ്ങനെയാണ് ഒന്നും നമുക്ക് ഇന്ന് അറിയാൻ പറ്റില്ല. നമ്മളൊരു പാരന്റ്സ് മീറ്റിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഒരു പുതിയ ഒരു സ്ഥലത്തേക്ക് പോകുന്ന പോലെയാണ്. ഓരോ മീറ്റിങ്ങിന് പോകുമ്പോൾ അങ്ങനെയാണ്. കാരണം നമുക്ക് അവരെ കുറിച്ച് ഒന്നും അറിയില്ല, കുട്ടികളും ഒന്നും വന്ന് പറയാറില്ല. ഇപ്പൊ എല്ലാം ഗ്രൂപ്പിൽ കൂടെയാണ്. ഇന്നത്തെ കുട്ടികൾ എന്ത് ചോദിച്ചാലും അതാ പറയാ, ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാവും, അമ്മ ഗ്രൂപ്പ് ഒന്ന് നോക്കൂ, മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയാ, അപ്പൊ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു മാനസിക അടുപ്പം ഇല്ലാണ്ടേ ആവുകയാണ്. അങ്ങനെ ആ ഒരു ഇതില് പല കുട്ടികളും ഈ ഗ്രൂപ്പ് ഉള്ളത് കാരണം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതാണ്. പണ്ടങ്ങനെയല്ല, എന്തെങ്കിലും ഹോംവർക്ക് കൊടുത്താലോ അല്ലെങ്കിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. കാരണം നമ്മൾ അത് മനസ്സിലാക്കിയാലേ നമുക്കത് ചെയ്യാൻ പറ്റണം. ഇന്നത്തെ കുട്ടികൾക്ക് ടീച്ചർ ഗ്രൂപ്പിലിടും, വൈകുന്നേരം ഗ്രൂപ്പ് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ അവർ ക്ലാസ്സിൽ അത് ശ്രദ്ധിക്കുന്നില്ല, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ. പിന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളോട് അവരുടെ ടിഫിൻ ബോക്സ് പുറത്തേക്ക് വെക്കണം, അതുപോലെ തന്നെ കുളിക്കണം എന്നുള്ളതൊരു റൊട്ടീൻ, അത് അവരൊരു സ്ഥിരമായിട്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യങ്ങളാണ് പേരൻസ് തന്നെ. നമ്മളത് ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ശീലിപ്പിക്കണം. അത് അംഗനവാടിയിൽ നിന്ന് തന്നെ അവരോട് പറയണം സ്കൂളിൽ എന്തൊക്കെ നടന്നു, അതൊക്കെ നമ്മൾ അപ്പൊ തന്നെ ചോദിക്കണം. അല്ലാണ്ട് നമ്മൾ വലുതായിട്ട് അവരോട് അങ്ങനെ ഒരു റൂട്ടീൻ കൊണ്ടുവരാൻ പറഞ്ഞാൽ അവരൊരിക്കലും അവർക്ക് സെറ്റ് ആവില്ല. അത് നമ്മളത് അത്ര ഇവര് എൻ്റെ മോൻ്റെ അംഗനവാടിയിലൊക്കെ അവിടുത്തെ ടീച്ചർ പറയാറുണ്ട്, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുക നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ വരച്ചു എന്നൊക്കെ അവരോട് ചോദിക്കാൻ നമ്മൾ ആദ്യം. അങ്ങനെ ചോദിച്ചിട്ടാണ് അവർ നമ്മളോട് പറഞ്ഞു തുടങ്ങുള്ളൂ. അതുകൊണ്ട് എൻ്റെ മോനിപ്പോ LKG-യിലായിട്ടുള്ളൂ. പക്ഷെ ആള് വന്നു കഴിഞ്ഞ് ഫസ്റ്റ് ഇതേമാതിരി ടിഫിൻ ബോക്സ് കൊണ്ടുവയ്ക്കാൻ പറയും. അത് ആദ്യത്തെ ദിവസങ്ങളിൽ മറക്കും, പിന്നെ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കും, ചെയ്യിപ്പിക്കുക അവരെ കൊണ്ട്. അല്ലാണ്ട് നമ്മളത് ചെയ്യുന്ന പോലെ നമ്മൾ മാറിപ്പോയ കാര്യമില്ല. നമ്മളത് ധ്യാനം അത് കൊണ്ടുവയ്ക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൊണ്ടുവയ്ക്കും. അങ്ങനെ ഞാൻ ആദ്യം തൊട്ട് ചെയ്യുള്ളൂ. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവര് ചെയ്തു തുടങ്ങും. അതിപ്പോ LKG-യിൽ ആയിട്ടല്ലേ ഉള്ളൂ. അതേമാതിരി തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞ് വന്ന് കുളിച്ച ആള് ചായ കുടിക്കുമ്പോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്ന് പറയും. തല്ലുകൂടിയതും പറയും, പിറ്റിയതും പറയും, എല്ലാ കാര്യങ്ങളും ആള് വന്നിരുന്ന് പറയും. അതേമാതിരി മാം എന്തെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലൊക്കെ ആള് പറയത്. നമ്മളത് ചെറുപ്പത്തില് എന്തിനാ കഴിഞ്ഞ കൊല്ലം 2 കൊല്ലം അംഗനവാടി പോയിട്ടുണ്ട്.
അപ്പോ ആ സമയം തൊട്ട് നമ്മളിങ്ങനെ ചോദിച്ച് ഫോളോ അപ്പ് ചെയ്ത കാരണം ആളത് പറയണു. അതേസമയം താഴെയുള്ള ആള് അംഗനവാടിയിലാണ്, പക്ഷെ ആളൊന്നും പറയില്ല. അത് ചിലപ്പോ ചില പിള്ളേരുടെ ഒരു ഇതാവാം. പിന്നെ അത് ശരിയാവും. നമ്മളിങ്ങനെ പിന്നാലെ നടന്ന് ചോദിക്കന്നെ. അത് ചെറുതിൽ തൊട്ട് തന്നെ അവരോട് നമ്മളവരെ പിന്നീന്ന് മാറാണ്ട് തന്നെ നിക്കണം. ഇപ്പത്തെ പിള്ളേർ അങ്ങനെയാണ്. നമ്മുടെ ആ ഒരു കാലഘട്ടം ഒന്നല്ല. ഇപ്പത്തെ പിള്ളേരെ പിന്നീന്ന് മാറാൻ പറ്റില്ല. മാം പിന്നെ കുട്ടികളെ മാം പിന്നെ കുട്ടികള് സ്കൂളിൽ നിന്ന് വന്ന പാടെ പിന്നെ യൂണിഫോം കാര്യങ്ങളൊക്കെ മാറ്റി അത് പ്രോപ്പറായി പിന്നെ അതായത് ഫ്രഷ് ആവാൻ വേണ്ടി പറയണം. അല്ലാതെ അവര് ഈ ഇട്ട ഡ്രസ്സ് താഴെ തന്നെ ഓരോ കുട്ടികൾ കാണാം, വൈകുന്നേരം വരെ അതന്നെ ഇട്ട് നിൽക്കുന്നൊക്കെ കാണാം. അവർ വന്ന് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാഗൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇടിച്ചൊന്ന് ഫ്രഷ് ആക്കിക്കണം. അത് അവര് കുറച്ചും ചെറുപ്പത്തിൽ തന്നെ ശീലിക്കണം, എന്നാലേ ശീലമാവുള്ളൂ. അടുത്തൊരാള്. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. എന്റെ മോൻ 4th സ്റ്റാൻഡേർഡിൽ ഫൗസിയ കേട്ടോ. എന്റെ മോൻ 4th സ്റ്റാൻഡേർഡിലെത്തി. അപ്പൊ മോൻ KG സ്റ്റാൻഡേർഡ് മുതലേ ഞാൻ എപ്പോഴും സ്കൂള് വിട്ട് വരുമ്പോ മോൻ എന്ത് ചെയ്യും, കുറച്ച് സമയം മാറ്റി വെക്കും കുഞ്ഞിനോട് ഇരുന്ന് എന്തൊക്കെയാ വിശേഷം ഉണ്ടായേ അത് കേൾക്കാൻ വേണ്ടി നമ്മൾ പാരന്റ്സ് കുറച്ച് സമയം മാറ്റി വെക്കണം. നമ്മുടെ പിള്ളേരുടെ കൂടെ അവരുടെ ചിലപ്പോ മറന്നു പോവും. അപ്പൊ ആ ടീച്ചറിന് ഇത് പറഞ്ഞു നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് അവരെ ഓർമ്മിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് കുഞ്ഞുനാള് മുതലേ നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് വരണം. ഇപ്പൊ എന്റെ കുഞ്ഞിനോട് പറയാം, അവര് വല്ല എന്തെങ്കിലും പാരന്റ്സ് അറിയണ്ടാവും, വല്ല പ്രോഗ്രാമോ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്റെ മോന്റെ ടീച്ചർ പറഞ്ഞു നിന്റെ ഉമ്മയോട് പറഞ്ഞോടാന്ന് ചോദിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുഞ്ഞ് ഇത് പാരന്റ്സ് അറിയണ്ടാട്ടോ എന്ന് പറഞ്ഞാൽ പോലും എന്റെ കുഞ്ഞ് വന്നിട്ട് മാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉമ്മാട് പറയരുതെന്ന്, പക്ഷെ ഉമ്മ ഞാൻ പറയാട്ടോ എങ്ങനെ പറയാം. അപ്പൊ കുഞ്ഞുനാള് മുതലേ നമ്മൾ പിള്ളേരനെ അവരെ കേൾക്കാൻ വേണ്ടി, അതായത് കുഞ്ഞിനെ ഏറ്റവും വേണ്ടത് നമ്മൾ കേൾക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം. നമ്മള് പിള്ളേർ ചോദിക്കുന്നു ടീച്ചർ എന്തെങ്കിലും പറഞ്ഞോ, അവിടെ കൊണ്ട് അവസാനിച്ചു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഓരോന്നോരോന്ന് അവരെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. കുഞ്ഞുങ്ങളാണ്, അവർക്ക് എന്തെങ്കിലും ഓർമ്മ കാണത്തില്ല. അവര് കളിയായിരിക്കും അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങളോടൊന്നും അവർക്ക് ഓർമ്മയുണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ പാരന്റ്സ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവരുടെ കൂടെ നിൽക്കണം, അവരുടെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അവര് ഓർമ്മിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ പാരന്റ്സ് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരെ ഓർമ്മിപ്പിച്ചെടുക്കണം. അത് നമ്മൾ പാരന്റ്സിന്റെ കഴിവാണ് മെയിൻ ആയിട്ട്. കാരണം പിള്ളേരെ നമ്മുടെ കൂടെ നിർത്തി അവരുടെ ഓരോ കാര്യങ്ങള് ഞാൻ എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഒരു 4th 5th സ്റ്റാൻഡ് വരെ നമ്മൾ ഒരു കുഞ്ഞിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അവനായി അങ്ങ് പൊക്കോളും. നമ്മൾ ഏത് റൂട്ടിൽ കൊണ്ടുവന്നോ ആ റൂട്ടിൽ അവൻ പൊക്കോളും. പക്ഷെ നമ്മൾ കുഞ്ഞിന് അത് ചെയ്യണോട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് പോസിബിൾ അല്ല. നമ്മൾ കുഞ്ഞുനാള് മുതലേ ഒരു കുഞ്ഞിനെ എങ്ങനെ അവന് ലൈഫിൽ നമ്മൾ റുട്ടീൻ കൊടുക്കുന്നു ആ റുട്ടീനിൽ അവർ പോകുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. മീൻസ് ഞാൻ എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ എനിക്കറിയാവുന്ന നമ്മൾ എങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ പാരന്റ്സ് ജസ്റ്റ് ദേഷ്യപ്പെട്ട് വിചാരിക്കും, ബൈ ചാൻസ് നമ്മുടെ കുഞ്ഞ് അടുത്ത ആളോട് പോയി ദേഷ്യപ്പെടും. നമ്മുടെ പാരന്റ്സിന്റെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ ടീച്ചേഴ്സ് പാരന്റ്സ്, ഇതിന്റെ അപ്പുറം ഒരു കുഞ്ഞിന് വേറെ ഒന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഒരു അഭിപ്രായത്തില് എന്റെ കുഞ്ഞിൽ ഞാൻ കാണുന്നതാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. ഇപ്പോഴത്തെ ടീച്ചർമാര് കുട്ടികളോട് കുറച്ചും കൂടി ഫ്രണ്ട്സ് ആയിട്ടാണ് പെരുമാറുക. നമ്മളെ കാലഘട്ടത്തിലെ പോലെ ടീച്ചേഴ്സ് അല്ല. അവര് ഹൈഫൈ കൊടുത്തിട്ട് ക്ലാസ്സിൽ കയറ്റുക. അവർക്ക് നമ്മളോട് പറയാത്തത് പോലും അവർ ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യും. അതേപോലെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ പഠിത്തമായിരുന്നു. ഇപ്പൊ ആക്ടിവിറ്റീസിനാണ് കൂടുതൽ ഇത് കൊടുക്കണം. എന്ത് കഴിവാ കുട്ടികളുടെ ഇതിലുണ്ടായാലും അത് ടീച്ചേഴ്സ് അത് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച്. എൻ്റെ മോൻ നന്നായി പാട്ട് പാടും, കവിത, സ്റ്റോറി ടെല്ലിങ്, അതിനൊക്കെ പ്രസംഗമൊക്കെ പറയും അവൻ. അപ്പൊ ടീച്ചർ നമ്മളോട് ചോദിക്കാതെ തന്നെ അതിനെല്ലാം പേര് കൊടുക്കുന്നിട്ട് മെസ്സേജ് അയക്കും, ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഠിപ്പിച്ചോളോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പണ്ടത്തെ ടീച്ചേഴ്സിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ടീച്ചേഴ്സ് വളരെ ഇതായിട്ടാണ് എനിക്ക് തോന്നണത്. പിന്നെ കുട്ടികളെ നമ്മള് ചോദിച്ചിട്ട് തന്നെയാണ് അവർ പറയുള്ളൂ. അവർക്ക് കളി തന്നെയാണ് മുഖ്യം. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ ടീച്ചർ വിടൂലോ പഠിപ്പിച്ചേക്കാം. അപ്പൊ നമ്മൾ പറയാ ഇന്ന് ഇതുണ്ടായില്ലേ, അപ്പൊ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോ അവര് നമ്മളോട് ഇങ്ങോട്ട് പറയും. അങ്ങനെയാണ് എനിക്ക് തോന്നണത്. പണ്ടത്തെ കാലത്ത് ടീച്ചർമാരെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു പിള്ളേർക്കൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ
അവിടെ ടീച്ചർമാരെന്ന് പറഞ്ഞാൽ അവര് അധ്യാപകരല്ല, ക്ലാസ്സിൽ കയറുമ്പോൾ മാത്രം അധ്യാപകര്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ ഫ്രണ്ട്സായിട്ട്. എന്റെയൊക്കെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ വരും. പിന്നെ ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കാതെ പുറത്ത് മുറ്റത്ത് മഴയൊക്കെ ഇല്ലാത്ത ടൈമില് അവിടെ ഒരു സ്റ്റെപ്പ് പോലെ പണിതിട്ടിട്ടുണ്ട്. അവിടെ വന്നിരുന്ന് ഞങ്ങളൊക്കെ ആയിട്ട് കഥയൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് അധ്യാപകർ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ മാത്രമേ ഉള്ളൂ. അതൊരു 5 മിനിറ്റ് ഫ്രീ ടൈം കിട്ടി അവര് നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ കൂടെ കൂടുക. അപ്പൊ അതുകൊണ്ട് പിള്ളേർക്ക് പേടിയില്ല. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും, ഇങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട്. കുട്ടികൾ നൈറ്റിൽ നമ്മുടെ കൂടെ ഒക്കെ എടുക്കുമ്പോൾ കുറെ വർത്താനങ്ങൾ പറയാൻ കിട്ടുന്ന ടൈം ആയിരിക്കും ആ നേരത്ത്. അപ്പൊ നമ്മൾ ഒന്നാമത് സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതാക്കുക. അതുപോലെ പാട്ട് പാടി കൊടുക്കലും അപ്പൊ അവരോട് പാടിച്ചു നോക്കുക. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടുന്ന ടൈമാണ് ആ സമയത്ത്. അത് നന്നായിരിക്കും തോന്നുന്നു. മാം ഷെയർ എന്റെ ചെയ്ത് ഫുഡ് കഴിക്കുന്നത് കുട്ടികള് ഇപ്പൊ എനിക്ക് 4 മക്കളാണ്. അപ്പൊ അവരെങ്ങനെ ഷെയർ ചെയ്ത് ഫുഡ് കഴിക്കുന്നത്? ഇപ്പൊ മൂത്ത ആള് എന്തെങ്കിലും കിട്ടിയ സ്കൂളിലാണെങ്കിൽ കൂടി എന്തെങ്കിലും കിട്ടിയ അയാള് വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് അവർ 4 പേരും കൂടി ഷെയർ ചെയ്താണ് കഴിക്കണത്. അത് നല്ല ഹാബിറ്റ് ആണ്. എനിക്ക് 4 മക്കളാണ്. അതിലപ്പോ അയാൾ ഒരു ബർത്ത്ഡേ കിട്ടുന്ന ഒരു മിഠായി ആയിരിക്കാം. 3 ആണും 1 പെണ്ണാ. രണ്ടാമത്തെ ആളാണ് പെണ്ണ്. അപ്പൊ കൂടുതൽ അയാളാണ്. അയാൾ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കണോണ്ട് ഇപ്പൊ ഇളയാള് LKG, മൂത്താള് 7-ലുവാ. LKG പഠിക്കുന്ന ആള് ഒരു മിഠായി കിട്ടിയാലും ഞാൻ പോയാണ് അയാളെ പിക്ക് ചെയ്യണം സ്കൂളിൽ നിന്ന്. അയാൾ പറയും അമ്മ ചേച്ചിക്കും ചേട്ടക്കൊക്കെ കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് അവര് 4 പേരും കൂടിയാണ് അത് ഒരു മിഠായി ആണേലും കഴിക്കുന്നത്. പിന്നെ അതിൽ ഇളയ 2 പേരും വന്നത് 4-4:15 പോരും. മറ്റേവര് 4:45 ആകുമ്പോഴാ. ഇത് 4 പേരും വന്ന് ഞാനും കൂടി ഇരുന്നിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നത് വൈകുന്നേരം. പിന്നെ സൺഡേ ഒരു ദിവസം ഉള്ളത് എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും പുറത്തെങ്ങും പോകത്തില്ല. പിള്ളേരുടെ കൂടെ തന്നെ ആ സൺഡേ ഞങ്ങൾ 6 പേരും തന്നെ കുടുംബത്തിന് ഉണ്ടാവും. പുറത്തൊന്നും പോകത്തില്ല. അത് പിള്ളേർക്കായിട്ടുള്ള ഒരു ഇതായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണ്. അപ്പൊ കുട്ടികളും ആ ഒരു ഷെയറിങ് സ്കൂളിലാണേലും അവർ എന്ത് ഫുഡ് ഷെയർ ചെയ്യാനൊക്കെ ആണെങ്കിലും ഒരു ഇത് കാണിക്കും. ചില കുട്ടികൾ അവര് മാത്രമേ സ്വന്തമായിട്ട് എടുക്കുള്ളൂ, മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവും. വീട്ടിൽ നമ്മ അങ്ങനെ ശീലിപ്പിക്കുന്നോണ്ട് അവർ പുറത്ത് ചെന്നാലും ആ ഒരു ഇത് കാണിക്കും. അതിൽ അനാവശ്യ വാശികൾ കുറച്ച് 4 പേരുള്ളതുകൊണ്ട് വാശികൾക്ക് കുറച്ച് കുറവുണ്ട്. എന്ത് സാധനം അത് അയാൾക്ക് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. അങ്ങനെ ഒരു മൈൻഡ്. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ ഓവറായിട്ട് വാശി പിടിക്കാറുമില്ല. നല്ലൊരു കാര്യമായിരിക്കും. നമ്മ ഇപ്പൊ ഒരു കുട്ടിയാകുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വാശി കൂടുതലാണെന്ന് തോന്നുന്നു. എന്റെ ഒരു അനുഭവം പറഞ്ഞാണ് ഞാൻ. ഓക്കെ ഓക്കെ. അടുത്തത് ഇപ്പോഴത്തെ പിള്ളേരുടെ ഏറ്റവും വലിയ അല്ല ക്വാളിറ്റി അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഒരു ഒരു ക്ലാസ് കുട്ടിയാകുമ്പോൾ റൂമില് വാശി പല കൂടുതൽ ഗ്രൂപ്പുകൾ തന്നെയാണ്. ഉണ്ടാവും. ഒരു കുട്ടിയാകുമ്പോൾ വാശി കൂടുതലാണ്. എനിക്കൊരു കുട്ടിയാണ്. അപ്പൊ വാശി കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ അവളിപ്പോ ഷെയർ ചെയ്ത് കഴിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല. അവിടെ പാത്രത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ഭക്ഷണം എടുത്താൽ തന്നെ അവള് പിന്നെ ആ ഫുഡ് കഴിക്കില്ല. ടീച്ചർ എന്നോട് പറഞ്ഞ പരാതിയാണത്. അവള് കൃതികയുടെ പാത്രത്തിന് ടിഫിന്ന് ആരെങ്കിലും ഒരു ഫുഡ് എടുത്ത് ഒന്ന് ജസ്റ്റ് കഴിച്ചാ പിന്നെ അവളത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവള് പിന്നെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ ചോദിക്കും എന്താ മോള് കഴിക്കാന്ന് ചോദിച്ചാൽ അത് എന്റെ ടിഫിന്ന് അവളത് എടുത്തു, അപ്പൊ എനിക്കത് പിടിച്ചില്ല എന്ന് പറയും. ഞാൻ ഇങ്ങനെയാലും എങ്ങനെ ശരിയാവാ, നീ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കണ്ടേ എന്ന് പറയും. അപ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ഒരാൾ തരുന്ന സാധനം മോള് വാങ്ങരുത്, അത് ഇതാണ്, അവരെന്തെങ്കിലും തന്ന് മോളെ കൂട്ടിയിട്ട് കൊണ്ടുപോവാ, അങ്ങനെയൊക്കെ ആണല്ലോ, ചോക്ലേറ്റ് തന്ന് കുട്ടികളെ കൊണ്ടുപോവാ, അങ്ങനെയൊക്കെ കേട്ടോണ്ട് ഞങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവളത് ഇപ്പൊ സ്കൂളിൽ ഒരു എക്സാമിന് ഒരു സംഭവം വന്നപ്പോ ഒരു ഷെയറിംഗ് ഒരു സംഭവം വന്നു. അപ്പൊ അത് ഗുഡ് ഹാബിറ്റ് ആണോ ബാഡ് ഹാബിറ്റ് ആണോ എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞത് ഇത് ബാഡ് ഹാബിറ്റ് ആണെന്നാ. അവക്കത് അറിയില്ല. ടീച്ചർ കുറെ പ്രാവശ്യം പറഞ്ഞു മോളെ ഇത് ഗുഡ് ഹാബിറ്റ് ആണ്, ബാഡ് ഹാബിറ്റ് അല്ല. അപ്പൊ ടീച്ചർ ടിക്കറ്റ് കൊടുത്തിട്ട് പോലും അവളത് അവളില്ല അത് ബാഡ് ഹാബിറ്റ് ആണ് എന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്തു. മിസ് എന്നോട് പറഞ്ഞു അതിൽ മാത്രമാണ് അവക്കൊരു മാർക്ക് പോയത്. അപ്പൊ അവള് പറഞ്ഞത് എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ പറഞ്ഞു കൊടുത്തത് വേറൊരു രീതിയിലാണ്, അവൾ ഉൾക്കൊണ്ടത് വേറൊരു രീതിയിലാണ്. അപ്പൊ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ക്ലാരിഫൈ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇല്ല അവർ ചിന്തിക്കുന്ന വേറെ രീതിയിലായിരിക്കും. കാരണം അവള് വാട്ടർ ബോട്ടിൽ ഒരാൾ തൊട്ടാൽ തന്നെ അവള് വെള്ളം കുടിക്കില്ല, അതാണ് അവളുടെ പ്രശ്നം. അപ്പൊ ഞങ്ങൾ ബാംഗ്ലൂരാണ് ജീവിക്കുന്നത്, നമ്മൾ താമസിക്കുന്ന ബാംഗ്ലൂരാണ്. അപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവളോട് അപ്പുറം ഇപ്പുറമുള്ള കുട്ടികൾ വന്ന് അവിടുത്തെ ഏതെങ്കിലും സാധനം എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര പ്രശ്നം. അത് വന്ന് കരച്ചിലായി, പിന്നെ അത് പറയലായി, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാ. അപ്പൊ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അത് പ്രശ്നങ്ങൾ തന്നെയാണ്. ശരിയാണ് ഒറ്റക്കുട്ടി. പക്ഷെ എനിക്ക് 2 പിള്ളേരുണ്ട്. മൂത്തത് പെങ്കൊച്ചാ.
നല്ല വാശിയാണ്, ഒരാൾക്ക് ഒരു സാധനം കൊടുക്കില്ല. ഞാൻ പോലും എന്തെങ്കിലും ആപ്പിളൊക്കെ മുറിച്ച് കൊടുത്തിട്ട് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു കഴിഞ്ഞാല് അവളെന്നെ കൊങ്ങി പിടിച്ചിട്ട് അത് ആപ്പിൾ എടുത്ത് കളയും. ഭയങ്കര എന്താ പറയുക, സെൽഫിഷ് ആണ് ആള്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കും, ഷെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാലും ആള് ഇങ്ങനെ ഹസ്ബൻഡ് വീട്ടിൽ ആദ്യമായിട്ട് വന്ന പെങ്കോച്ച, അപ്പൊ എല്ലാവർക്കും ഭയങ്കര പുന്നാരമാണ്. അതിന്റെ ഒരു പ്രശ്നം വളർന്നു വരുമ്പോ ശരിയാവുമെന്ന് വിചാരിക്കാം. മാറ്റിയെടുക്കാൻ നോക്കണം. അപ്പൊ ഇനി അടുത്ത അത് മിസ് മാം പറഞ്ഞത് ശരിയാണ്. എന്റെ ഹസ്ബൻഡ് പറഞ്ഞോ, എൻജോയ്. ഓക്കെ, പിള്ളേരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിസം ഉണ്ട് ക്ലാസ്സിൽ. എന്ന് വെച്ചാൽ വലിയ ഇതല്ല, എന്നാൽ എന്തെങ്കിലും പ്രശ്നം വരും, എന്തെങ്കിലും സാധനം കൊണ്ടുവരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യലും. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ, ഇപ്പൊ ഞാൻ +2 കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു 4 ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ അതിൽ ഞങ്ങൾക്ക് വേറൊരു ഇതും ഇല്ല. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, അത്രയ്ക്കുള്ള ഒരു ഇതുള്ളൂ. ഗ്രൂപ്പിസം എന്ന് പറയാനില്ല. പക്ഷെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരാൾക്ക് എന്തെങ്കിലും വിഷയം വന്നാൽ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള മൊത്തം എല്ലാ ആൾക്കാരും ഉണ്ടാവും സോൾവ് ചെയ്യാൻ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും സാധനം ഇപ്പൊ കൊണ്ടുവരിക, ഇപ്പൊ നിസ്സാരം ഒരു മിഠായി ആണെങ്കിൽ പോലും ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്ര ഷെയർ ചെയ്യും. ഓർമ്മയൊക്കെ ഉള്ളെങ്കിൽ പുറത്തിറക്കാതെ, ഇപ്പൊ ഓർമ്മ ഉള്ളെങ്കിൽ അത് എല്ലാവർക്കും അവിടെ ഷെയർ ചെയ്യാൻ തികയൂല, അപ്പൊ അത് എടുക്കാതെ ഇപ്പൊ എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയായിരുന്നു. ഇപ്പൊ പിള്ളേരൊക്കെ ഏകദേശം അങ്ങനെയാന്ന് തോന്നുന്നു. ഷെയറിങ് നല്ല ഹാബിറ്റ് ആണ്. അടുത്തത്, ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആന്റിയുടെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ 2 പിള്ളേരാ. മൂത്തത് പെങ്കൊച്ച് LKG പഠിക്കുന്നു, ഇളയത് ഇപ്പൊ നടന്നു തുടങ്ങുന്നുള്ളൂ. അപ്പൊ അവനൊരു ബിസ്ക്കറ്റ് കൊടുത്തു ആന്റി കഴിക്കാനായിട്ട്. അപ്പൊ അത് അപ്പൊ തന്നെ അവളുടെ ചേച്ചി സ്കൂൾ വിട്ട് വരും, അപ്പൊ തന്നെ അതിന്റെ പകുതി ഒടിച്ച് അവൾക്ക് കൊടുക്കുക, ഉമ്മി തന്ന് കഴിച്ചോളാൻ പറഞ്ഞിട്ട്. ഇതൊക്കെ ഒരു ഗുഡ് ഹാബിറ്റ് ആയിട്ട് പിള്ളേർക്ക് ഉള്ളത്. ചെറുപ്പം മുതൽ അതൊക്കെ ശീലിപ്പിക്കുക. നെക്സ്റ്റ്. എനിക്ക് തോന്നുന്നു അത് രണ്ടാമത്തെ കുട്ടികളിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. മൂത്ത കുട്ടികൾ ശരിക്കും സെൽഫിഷ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു അഭിപ്രായമാണ്. മൂത്ത കുട്ടികൾ എപ്പോഴും അവരെ കൊഞ്ചിച്ച് അവരെ ഒരു ഇതാക്കുന്ന ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ പാരന്റ്സിനോട് പറയണം, അവർ അത്രയും കൊഞ്ചിക്കാൻ പാടില്ല. കാരണം അവര് എന്ത് ചോദിച്ചാലും അത് വാങ്ങിച്ചു കൊടുക്കുന്നത് പാരന്റ്സ്. എല്ലാവരും അവര് വാശി പിടിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം എന്ത് ചെയ്യാൻ വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പൊ എന്റെ കുട്ടി പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നോക്കും. അതിൽ ഏതാണോ അവള് ശരിക്കും പറയണത് അപ്പൊ അത് മാത്രമേ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. പിന്നെ അവൾ അങ്ങനെ ചോദിക്കാണ്ടേ, ഞങ്ങൾ പുറത്ത് കൊണ്ടുപോയാലും ഒന്നും ചോദിക്കൂല ആള്. പിന്നെ അത്രയും നിർബന്ധമാണെങ്കിൽ മാത്രം ചൂണ്ടിക്കാണിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോ ചിലപ്പോ ABCDയുടെ വലിയ കട്ട്സ്, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഉണ്ടാ, ഞങ്ങൾ ബുക്ക് സ്റ്റോളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ABCDയുടെ ABCD എന്ന് പറഞ്ഞ ഇങ്ങനെ പല കളറിൽ കൊടുത്തിരിക്കുന്നു. എനിക്ക് മനസ്സിലാവുള്ള അവൾ എന്താ ചൂണ്ടിക്കാണിക്കണേന്ന്. ഞാൻ വിചാരിച്ചു അതിന് ഇപ്പഴത്തെ കുറെ ജെല്ല്, ഇങ്ങനെ വീശറി കൊണ്ടുള്ള പേന അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ കണ്ടതിന് ഇഷ്ടമാവണത്. ഞാൻ വിചാരിച്ചു അതായിരിക്കും, വാങ്ങിച്ചു കൊടുക്കണ്ട, വെറുതെ കൊണ്ട് കളയാനാന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ നിന്നില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഓൾറെഡി അവൾ അതല്ല ചോദിക്കുന്നത്, അവൾ ആ ABCD ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു അതാണോ ചോദിച്ചു, അതാണോ ചോദിച്ചു. അത് പറഞ്ഞ ആന്ന് പറഞ്ഞു. കാരണം അവളത് അതാണ് ഇഷ്ടമായത്. മിക്ക പിള്ളേര് ഫോണിലൊക്കെ കാണണമെങ്കിൽ ABCD അത് പഠിക്കണം. അപ്പൊ അത് വേണമെന്ന് പറഞ്ഞിരിക്കണേ ഞാൻ. അപ്പൊ ഹസ്ബൻഡോട് വാങ്ങിച്ചു കൊടുക്കാം. കാരണം എന്താണ്, അവൾക്കത് ഇഷ്ടമായിട്ടാണ്. കാരണം വെറുതെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അതിന്റെ ചുറ്റുണ്ട്. എന്നപ്പോൾ അവൾ അതാണ് പറഞ്ഞത് പറഞ്ഞു, അത് വാങ്ങിച്ചു കൊടുത്ത്. അപ്പൊ ആദ്യമൊന്നും ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് എല്ലാ സാധനങ്ങളൊക്കെ കണ്ടാലും മുമ്പെല്ലാം വേണം എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ അവർക്കിപ്പോ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവള് ഇപ്പൊ സെലക്ട് ചെയ്തിട്ട് അത് മാത്രമേ പറയുള്ളൂ ഞങ്ങളുടെ അടുത്ത്. അപ്പൊ ഇനി ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോം ആണ് ഇനി പറയണത്. ഓരോ കുട്ടികളിലും അവരുടെ വീട്ടിലുള്ള റെസ്പോൺസിബിലിറ്റി. ദ ഫാമിലി ഹാസ് ടു ടീച്ച് ദ ചിൽഡ്രൻസ് കീപ് ദംസെൽഫ് ക്ലീൻ ആൻഡ് ഹെൽത്തി. ഓരോ കുട്ടികളും എങ്ങനെ ക്ലീൻ ആയിരിക്കണം, അതുപോലെ ഹെൽത്തി ആയിരിക്കണം എന്ന് അവരുടെ വീട്ടിൽ നിന്നാണ് അവരെ പഠിപ്പിക്കേണ്ടത്. ദേ മൈറ്റ് ബി തോട്ട് ടു എന്ത് ചെയ്യണം, വാഷ് ദെയർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽ ആൻഡ് ആഫ്റ്റർ ഗോയിങ് ടു ദ ടോയ്ലറ്റ്. എന്ന് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും മുമ്പും ശേഷവും കൈ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, സോപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്യണം. നമ്മ കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സോപ്പൊക്കെ ഇട്ട് കൈയൊക്കെ തിരികെയില്ല. എങ്ങനെ വാഷ് ചെയ്യാൻ പഠിപ്പിച്ചത്, ആദ്യം റബ്ബ് ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതൊക്കെ എന്ത് ചെയ്യാം അതേപോലെ തന്നെ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മള് ലൈഫ് ബോർഡിൽ ഒരു പഴയൊരു പരസ്യം ഓർമ്മയുണ്ടാ, ഒരു ആൺകൊച്ച് ഇങ്ങനെ കൈയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് ഒരു പെൺകൊച്ച് വേഗം വന്ന് വാഷ് ചെയ്ത് അങ്ങോട്ട് പോകണം. കുറെ പേര് വാഷ് ചെയ്ത് പോകണം, എന്നാലും ഈ ആൺകൊച്ച് മാത്രം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ചെക്കൻ ചെയ്യുന്നതാണ് കറക്റ്റ്.
നല്ല രീതിയിൽ അതേപോലെ വാഷ് ചെയ്യാൻ പഠിപ്പിക്കുക. ഇങ്ങനെ റബ്ബ് ചെയ്യുക, പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യാ, നല്ല രീതിയിൽ വാഷ് ചെയ്യണതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കും. കാരണം നമ്മുടെ പുറത്തുനിന്നുള്ള ഒരു കളിച്ചിട്ടൊക്കെ ആയിരിക്കും വന്ന് ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത്. ചിലപ്പോൾ എന്തുണ്ടാവും, നമ്മുടെ കയ്യിലൊക്കെ ബാക്ടീരിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഭക്ഷണം കഴിക്കാനിരിക്കാനും. അതേപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതേപോലെ തന്നെയാണ് ടോയ്ലറ്റിൽ പോയതിനു ശേഷം അവരോട് പറയണം, നിങ്ങൾ 2 കൈയും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട്. ടേക്ക് ബാത്ത് റെഗുലർലി, സ്ഥിരമായിട്ട് കുളിക്കാൻ നോക്കുക, നല്ല രീതിയിൽ വാഷ് ചെയ്യാൻ നോക്കുക, നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, വാഷ് ചെയ്യിപ്പിക്കുക. ഹാവ് റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്. അതുപോലെ നമുക്ക് കുഞ്ഞു പിള്ളേരാണെങ്കിൽ മുതൽ ചെറുപ്പം മുതലേ അവർ ശീലിപ്പിക്കുക, ടോയ്ലറ്റിൽ പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ടോയ്ലറ്റിൽ പോകുന്ന കാര്യങ്ങൾ ശീലിപ്പിക്കണം. ക്ലീൻ ദ ടീത്ത് എവറി മോർണിംഗ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ്. കുഞ്ഞു പിള്ളേരില് അവരെ മുതൽ നമ്മൾ ശീലിപ്പിക്കണം, രാവിലെ എഴുന്നേറ്റ് തന്നെ ബ്രഷ് ചെയ്യിപ്പിക്കണം. അതേപോലെ രാത്രി കിടക്കുന്നേക്കാളും മുമ്പ് എന്ത് ചെയ്യാൻ ശീലിപ്പിക്കണം, ബ്രഷ് ചെയ്യിപ്പിക്കണം. ഡ്രിങ്ക് സഫീഷ്യന്റ് വാട്ടർ ടു ക്ലിയർ ഔട്ട് ദ സിസ്റ്റം. അപ്പൊ നമ്മൾ സഫീഷ്യന്റ് ആയിട്ട് ഇപ്പൊ എന്താ പറയുക, ഒരാള് 8 ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കണം. അതേപോലെ കുട്ടികളിലും വെള്ളം കുടിക്കണം. അവർക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. എന്റെ കുട്ടിക്ക് ഭയങ്കര മടിയാണ്. അല്ലാത്ത സമയത്ത് ക്ലാസ് നേഴ്സറിയിലെല്ലാം കൂടിയെങ്കിൽ അവള് നന്നായിട്ട് വീട്ടിൽ വെള്ളം കുടിക്കും. പക്ഷെ നേഴ്സറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. ചിലപ്പോൾ ബാത്റൂമിൽ പോകണമെന്നുള്ള തോന്നല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വെള്ളം കുടിക്കുന്നത് കുറവാണ്. ഇപ്പൊ അതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഇപ്പൊ മരുന്ന് ചേട്ടന്റെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ എന്താണ്, റെഗുലർ ആയിട്ട് എന്ത് ചെയ്യാം, വെള്ളം കുടിപ്പിക്കണം. ഞാൻ വീട്ടിലാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം 1 ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കും. പക്ഷെ നേഴ്സറിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് എന്താണ്, വെള്ളം കുടിക്കാൻ നല്ല മടിയാണ്. പിന്നെ അവരുടെ ആ പറയുന്ന ടൈമിൽ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പിള്ളേരോട് പറയുന്നത് സഫീഷ്യന്റ് ആയിട്ട് വെള്ളം എന്ത് ചെയ്യാം, ഡ്രിങ്ക് ചെയ്യണം. വാട്ടർ ബോട്ടിൽ നമ്മൾ എന്തായാലും തിളപ്പിച്ചാറ്റ വെള്ളം തന്നെ കുടിക്കണം. ഒരു കാരണവശാലും തിളപ്പിച്ചാറ്റാത്ത വെള്ളം കുടിക്കരുത് എന്ന് അവർ പറഞ്ഞ് ശീലിപ്പിക്കാം. Beside the above, the children must also be taught healthy habits such as to handkerchief when sewing and cough. അപ്പൊ തുമ്മുമ്പോഴും അതേപോലെ തന്നെ ചുമക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യാനായിട്ട് അവരോട് പറയണം. ടു സ്പ്രിറ്റ് ഓൺലി ഇൻ ദ പാർട്ട് ഓഫ് ഇറ്റ്. അതേപോലെ തന്നെ നമ്മൾ സ്പിറ്റ് ചെയ്യണത് എപ്പോഴും തുപ്പണതൊക്കെ എപ്പോഴും വാഷ് ബേസിനിലായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ. നോട്ട് ടു യൂസ് ഓപ്പൺ സ്പേസ് ഫോർ യൂറിനേറ്റിംഗ് ആൻഡ് പാസിംഗ് റോൾ മൂവ്മെന്റ്സ് ആൻഡ് നോട്ട് ടു വോക്ക് അൺകവേർഡ് ഫീറ്റ്. അപ്പൊ എന്താ പറയണത്, ഒരു കാരണവശാലും തുറസായ സ്ഥലത്ത് പോയിട്ട് യൂറിനേറ്റ് ചെയ്യരുത്. അതേപോലെ ചെരുപ്പുകളൊന്നും ഇടാണ്ട് അവിടെ നിന്ന് നടക്കരുത്. It is the family's duty to teach the children have civic duties and develop civic sense in them. അപ്പൊ എന്താണ്, ഫാമിലീസിന്റെ ഡ്യൂട്ടിയാണ് കുട്ടികളിൽ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ എന്ത് ചെയ്തെടുക്കേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് നമ്മള് ചർച്ചയിലേക്ക് വരാം. ഇതും റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം ആണ്. അത് നമുക്ക് ഇനിയും എന്ത് ചെയ്യാം, നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ, ഈ റെസ്പോൺസിബിലിറ്റി കൂടാണ്ട് ഇനി എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് വന്നതെന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ചില വീടുകളിൽ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടാണ്, അവരുടെ വീട്ടിൽ ഇതുവരെ TV ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊന്നും TV ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് TV ഇല്ലാത്തതെന്ന് ചോദിച്ചു. അപ്പൊ അത് അച്ഛന് ഇഷ്ടമല്ല, TV വാങ്ങിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല. അച്ഛൻ പറഞ്ഞത് TV വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തമ്മിൽ കുറച്ചും കൂടി അകലായിരിക്കും എന്ന് പറഞ്ഞ അന്ന് അവർ TV ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ TV ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ന്യൂസ് ഒക്കെ അറിയാനായിട്ട് എന്താ ചെയ്യുക? അപ്പൊ ഞങ്ങൾ രാവിലെ റേഡിയോ വെക്കും. അച്ഛൻ റേഡിയോ വെച്ചിട്ട് അതിൽ കൂടി ഇനി ന്യൂസ് കേൾക്കുന്നത്. അപ്പൊ അത് നല്ലൊരു ഹാബിറ്റ് ആണ്. എനിക്ക് എന്റെ ചെറുപ്പത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അവർ നല്ല രീതിയിൽ പത്രം വായിക്കും. എന്നുവെച്ചാല് എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് ന്യൂസ് വായിക്കണം, പത്രം വായിക്കണം. അവർക്ക് കൂടുതൽ എന്ത് നോളജുകൾ, അതേപോലെ തന്നെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്നെക്കാളും കൂടുതൽ അവർക്ക് അറിയാനും. കാരണം എന്താ, ഡെയിലി പത്രം വായിക്കണമുണ്ട്. ഇനി ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞോട്ടാ. എന്റെ വീട്ടിൽ നേരത്തെ TV ഇല്ലായിരുന്നു. ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ പിന്നെ TVയും മൊബൈലൊക്കെ ആയി തുടങ്ങി. മിസ്സേ, എന്റെ വീട്ടിൽ ഇപ്പോഴും TV ഇല്ല. ഞങ്ങളിപ്പോ TV മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞങ്ങള് ഈ മിസ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് നമ്മുടെ അടുപ്പം കുറയും. ഒന്നാമത്തെ ഹസ്ബൻഡ് വരുമ്പോ നേരം വൈകും. അപ്പൊ നമുക്ക് കുറച്ച് സമയമേ കിട്ടുള്ളൂ. അപ്പൊ ആ കിട്ടുന്ന സമയം കൂടുതൽ മാക്സിമം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ വർക്കും തീർത്തതിന് ശേഷം ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള പഠിപ്പിച്ചും തീർക്കും. എന്റെ പണികളും തീർത്തതിന് ശേഷം ഹസ്ബൻഡ് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുരിശ് വരെ കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ചിരുന്നുള്ള കളികളാണ്, പിള്ളേരുടെ കൂടെയുള്ള കളികള്, അന്ന് നടന്ന കാര്യങ്ങള്, ചിലപ്പോൾ തലേ ദിവസം സ്വപ്നം കണ്ട കാര്യങ്ങൾ വരെ കുഞ്ഞുങ്ങൾ, ഞാൻ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെയായിരുന്നു സ്വപ്നം കണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ കുഞ്ഞുങ്ങൾ നമുക്ക് പറഞ്ഞു തരും ആ നേരത്ത്.
അപ്പൊ അങ്ങനെയുള്ള നമ്മള് എന്റെ വീട്ടിലും കൂടുതൽ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റേഡിയോ കേൾക്കുക. ഇപ്പൊ ഫോൺ ഉള്ളത് കൊണ്ടാണ് ടി വി മേടിക്കാത്തത്. ഞങ്ങൾ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് ഫോണിലാണ് കൂടുതൽ എല്ലാ കാര്യങ്ങളും കാണുന്നത് കേൾക്കുന്നത് ചെയ്യുന്നത്, ടി വി മേടിക്കാത്തത്. പക്ഷെ നമുക്ക് ടി വി ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു ഇച്ചിരി സമയം കിട്ടിയാൽ ഓടിപ്പോയി ടി വി കാണും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ കളിക്കാൻ കുഞ്ഞൊരു കോർട്ട് പോലെ ആക്കി കൊടുത്തേക്ക് അവർക്ക് കളിക്കാൻ. അപ്പൊ അതിൽ പോയി കളിക്കും. അങ്ങനെ കൂടുതലും അങ്ങനെയാണ് സമയം അവർ കളയുന്നത്. ടി വി കണ്ട് അങ്ങനെ ഒരു ഇരിപ്പില്ല. പക്ഷെ ചിലപ്പോൾ അവർക്ക് ചില നേരത്തെ ചോദിക്കും, അമ്മേ മഴയൊക്കെ പെയ്ത് വീട്ടിൽ ഇരിക്കുമ്പോൾ അമ്മേ ടി വി ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നെന്ന് പറയും. എന്നാൽ ആ സമയം അവർക്കത് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ കൂടെ കളിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അത് നല്ല കാര്യമാണ്. പിന്നെ ഞാൻ പറയട്ടെ കുട്ടികൾക്ക് ടീച്ചർ? വെള്ളം കുടിക്കാൻ അതേപോലെ മടിയാണെന്നില്ലേ? ഒരാൾ പറ. വെള്ളം കുടിക്കാൻ മടിയുള്ള പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. ഇപ്പൊ പെൺപിള്ളേരാണെങ്കിൽ സിൻഡർല അങ്ങനെയൊക്കെയുള്ള പഴയ ഇത്, അതിന്റെയൊക്കെ കുപ്പി വാങ്ങിച്ചു കൊടുത്ത് അവർ കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. കുഞ്ഞു പിള്ളേർക്കൊക്കെ അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത്. ഓക്കെ ഞാൻ ചെയ്യുന്ന ഒരു നമ്മളെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോ നമ്മളെ കുട്ടികളെ എപ്പോഴും ടി വി കണ്ടോണ്ടിരിക്കില്ലേ? ആ ഒരു ഹാബിറ്റ് മാറ്റാം. ശരിയാണ്. കാരണം നമ്മള് വീട്ടിലേക്ക് നമ്മുടെ ഗസ്റ്റ് വരുമ്പോ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, നമ്മളിപ്പോ ടി വി കണ്ടോണ്ടിരിക്കണേ ടി വി പോയി ഓഫ് ചെയ്തിട്ട് നമ്മ അവരോട് എന്ത് ചെയ്യാ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ശരിക്കും നമ്മ അവരെ റെസ്പെക്ട് ചെയ്യണേ. നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു അതിഥി വരുമ്പോ നമ്മൾ അവർ സ്വീകരിക്കുന്നത് ഒരിക്കലും നമ്മൾ പിന്നെ അവരെ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക, അവര് ഒരു ഭാഗത്ത് പോയിരിക്കുക, അവരിടയിലേക്ക് വരിക, ഒന്നും ചെയ്യില്ല. പിന്നെ ആ കൂട്ടത്തിൽ കുട്ടികളുണ്ടെങ്കിൽ തന്നെ അവരായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കുക, അവര് നമ്മളെ സാധനങ്ങൾ എടുക്കുമ്പോ അത് ഇഷ്ടപ്പെടാതിരിക്കുക, അതൊക്കെ ഒരു ബാഡ് ഹാബിറ്റ് ആയിട്ട് അതൊക്കെ നമ്മൾ മാറ്റേണ്ടതാണ്. നല്ല കാര്യമാണ്. ഇപ്പൊ സാധാരണ വീട്ടില് നമ്മള് ഫാമിലിയിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മളിപ്പോ ടി വി കണ്ടോണ്ടിരിക്കുന്നേയിരിക്കും, ചിലപ്പോൾ നല്ല സിനിമയൊക്കെ ആയിരിക്കും. എന്നാൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മ അവരെ എന്ത് ചെയ്യാ, ട്രീറ്റ് ചെയ്യാ, അവരോട് വരാൻ പറയാ, ഇരിക്കാൻ പറയാ. അത് നമുക്ക് തോന്നും നമ്മ ചെന്നിരിക്കുന്നത് അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. കാരണം ഒരു റെസ്പെക്ട് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മ അത് ശീലിപ്പിക്കുമ്പോ കുട്ടികളും അതേപോലെ തന്നെ. ഇനി പാരന്റ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് വരുമ്പോൾ അവരും ടി വി ഓഫ് ചെയ്തിട്ട് അവരോട് എന്തെങ്കിലും മിങ്കിൾ ചെയ്യാനൊക്കെ നോക്കും. നമ്മൾ തന്നെ ശീലിച്ചെടുക്കണം കേട്ടോ. കാരണം ഇത് നമ്മൾ തന്നെ കുട്ടികളിൽ കാണിച്ചു കൊടുക്കണം. നമ്മ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് അവരെ കാണിച്ച് മോഡലാക്കി കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത എക്സ്പീരിയൻസ്. പിന്നെ നമ്മുടെ വീട്ടിൽ കസിൻസ് ഒക്കെ വരുമ്പോ എല്ലാരും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കൂടി ഇരുന്ന് വർത്താനം പറിച്ചിലും അവർക്ക് പറ്റിയ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ഈ ഫോൺ വന്നേ പിന്നെ അതൊക്കെ കുറഞ്ഞ് എല്ലാവരും ഫോണിൽ കൂടെ ഓരോരോ മൂലൊക്കെ പോയിരിക്കല് അങ്ങനെയൊക്കെ. ഇപ്പൊ കുറച്ചായിട്ട് പിന്നെ കസിൻസ് ഒക്കെ കൂടുവാണെങ്കിൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കും. ഇപ്പൊ ഞങ്ങൾ എല്ലാവരോടും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞാൽ പഴയ ഒരു ഇത് വൈബ് കൊണ്ടുവരാൻ നോക്കാറുണ്ട്. നല്ല കാര്യമാണ്. ഇവിടെ എന്റെ വീട്ടില് ടി വി ഉണ്ടായിരുന്നു, പക്ഷെ കുട്ടി ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയി കാർട്ടൂൺസിന്. എന്നിട്ട് ഇപ്പൊ അത് ഓഫ് ചെയ്തിച്ചു. അവനക്ക് വേഗം ദേഷ്യം വരും. ആ ടി വി ഒന്ന് മാറ്റി ഒന്ന് ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ ഒക്കെ പറയുമ്പോൾ അവനക്ക് ദേഷ്യം, ഭയങ്കര ദേഷ്യം. അവന് ക്യാരക്ടറേ മാറിയിരുന്നു. അപ്പൊ അത് ഓഫ് ചെയ്ത് ഇപ്പൊ അവൻ പഴയ ഒരു ലൈഫിലേക്ക് എത്തി. സൈക്കിൾ ഔട്ടാനും പുറത്തിറങ്ങാനൊക്കെയാണ് അവൻ കൂടുതൽ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. ടി വി ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ് കുട്ടികളുടെ ലൈഫിൽ. ടിവിയും അതെ, മൊബൈൽ ഫോണും അതെ. ഒരു കാരണവശാലും പിള്ളേർക്ക് കൊടുക്കരുത്. ഇപ്പൊ നമ്മ ചിലപ്പോ ഞാനൊക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി ചെല്ലുമ്പോ ഫോൺ എടുത്ത് ഏതെങ്കിലും മെസ്സേജ് നോക്കുമ്പോ ഞാൻ വിചാരിക്കും കൊച്ചനെ എടുത്ത് കിടക്കണ്ടാവും. ഇങ്ങനെ ചാരി വന്ന് കിടക്കും. ഫോൺ കാണണ ഫോൺ കാണണ. ഞാൻ അപ്പൊ തന്നെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് കുഞ്ഞിനോട് വർത്താനം പറയാൻ നിൽക്കും. എന്റെ കഥ പറഞ്ഞോടുക്കും പറഞ്ഞോടും. കാരണം അവൾ ആ സമയത്ത് നമ്മളുടെ കെയർ ഉറങ്ങാൻ വേണ്ടി വന്നിരിക്കണം. അപ്പൊ നമ്മളുടെ കെയർ ആണ് അവളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ഫോണുകൾ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും, ഞാൻ അവളോട് കുറച്ചു നേരം കൂടി നന്നായിട്ട് സംസാരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ കിടന്നുറങ്ങിക്കോളും. അപ്പൊ ഞാൻ കൂടുതൽ ടൈം കൊടുക്കാറുണ്ട്. ഈ ഫോണിന് മാറ്റിയിട്ട് കൊച്ചിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷെ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയും, മാഷി ഫോൺ മാറ്റി വെക്ക്, കൊച്ച് ഞങ്ങൾ നമുക്ക് വർത്താനം പറയാന്നൊക്കെ പറഞ്ഞാൽ ഇത് പോയി എനിക്ക് ആകെ കിട്ടുന്ന കുറച്ച് സമയമാണ്, ഞാൻ എന്തെങ്കിലും നോക്കിക്കോട്ടെ. ശരിയാണ്, അവര് രാവിലെ മുതൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിട്ടണ കുറച്ച് ടൈമേ കിട്ടണുള്ളൂ. അപ്പൊ അതിൽ ഫോണിൽ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. ഞാൻ ട്രൈ ചെയ്യാറുണ്ട് എപ്പോഴും. ഫോൺ മാറ്റി വെച്ചിട്ട് കുഞ്ഞിനോട് പറയും, കഥ പറയുന്നത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. അതെനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അവള് നമ്മുടെ ഫോണിൽ ഇപ്പൊ അച്ഛനും അമ്മയും ഫോണിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പാരന്റ്സ് രണ്ടുപേരും ഫോണിൽ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കണം. അവിടെ ഒറ്റപ്പെടുന്നത് നമ്മുടെ മക്കളാണ്. അപ്പൊ അങ്ങനെ ഒറ്റപ്പെടുത്താതിരിക്കാനായിട്ട് നോക്കണം. നമ്മ അവരുടെ ഒപ്പം എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുക, കളിക്കുക, കുറച്ച് കളിപ്പാടൊക്കെ എടുത്ത് വെച്ചിട്ട് കളിപ്പിക്കുക. അതേപോലെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ABCD ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അത് എപ്പോഴും ഓർഡർ ആക്കാനായിട്ട് അവളെ കൊണ്ട് ഓർഡർ ആക്കിക്കും. അതിങ്ങനെ കാന്തം ബാക്കിലുണ്ട്. അപ്പൊ അത് ഓർഡർ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത്തെ സൈഡിലേക്ക് ഇങ്ങനെ ഓർഡർ ആക്കി വെക്കാൻ പറ്റും ABCD എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അത് ട്രൈ ചെയ്യാറുണ്ട്. പറഞ്ഞോ. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്.
എന്റെ ഓക്കെ. മോൻ 8ലാണ് ഇപ്പൊ പഠിക്കുന്നത്. ഒരു മോനേ ഉള്ളൂ. ഞാൻ ബികോം ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകണം എന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു. കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് പറഞ്ഞു കൊച്ചിനെ കെയർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ജോബൊക്കെ കളഞ്ഞ് കൊച്ചിന് വേണ്ടി ഇരുന്നു. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചുങ്ങളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അവർ ഏത് റൂട്ടിൽ കൂടെയാണ് പോണേ, അവർ സ്കൂളിൽ പോയിട്ട് വരുമ്പോ എന്തൊക്കെ പറയുന്നുണ്ട്, അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ്. കാരണം നമ്മുടെ വീട്ടിൽ 2 പാരന്റ്സും ജോലിക്ക് പോയി കഴിയുമ്പോൾ ഈ പിള്ളേർ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കായിരിക്കും പോവുക. അപ്പൊ ഒരാളെങ്കിലും അവരെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ പിള്ളേര് വന്നു കഴിയുമ്പോൾ തന്നെ പറയും, അമ്മ ക്ലാസ്സിൽ ചെന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഇത്ര പേര് വന്നിട്ടുണ്ടായിരുന്നു, അവര് ഇന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടാറുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ചില പാരന്റ്സ് ഹസ്ബൻഡും വൈഫും അയ്യോ പൈസയുടെ കാര്യങ്ങളായാലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറയും. പക്ഷെ ഇവിടെ ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ കാശിന്റെ കാര്യങ്ങൾ ഞങ്ങൾ കോമൺ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ കടയിൽ ചെന്നാലും ഒരു സാധനം മേടിക്കുമ്പോ അപ്പൊ കൊച്ചും ഇപ്പൊ അതുപോലെ തന്നെയാണ്. അവനൊരു സാധനം വേണമെങ്കിൽ പോലും അവൻ അതിന്റെ വില നോക്കി മനസ്സിലാക്കും. ഇത് വേണ്ടാലേ, നമുക്ക് ഇനി അടുത്ത മാസം വേണമെങ്കിൽ മേടിക്കാല്ലേ, അങ്ങനെ പറയും. പിന്നെ അവൻ LKG മുതൽ ഇപ്പൊ 8th സ്റ്റാൻഡേർഡിലായി. ഒരു സാധനം അവൻ കളയേ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ ഷെയർ ചെയ്യാനും അവനറിയാം. അവൻ എല്ലാവരും വന്ന് ചോദിച്ചാലും കസിൻസ് വന്നാലും എല്ലാം എടുത്തു കൊടുക്കും. അതേപോലെ അവൻ പ്രോപ്പറായിട്ട് അവൻ തന്നെ എടുത്തും വെച്ചോളും. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ പൈസയുടെ വാല്യൂ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കണം. ചിലപ്പോ എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഒരേപോലെ ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കി പഠിപ്പിക്കുകയാണെങ്കിൽ പിള്ളേർ ഇപ്പൊ എന്ത് കണ്ടാലും വാശി പിടിക്കൽ അങ്ങനെ ഉണ്ടാവില്ല. മോനെ നമ്മുടെ കയ്യിൽ ഇത്രയല്ലേ പൈസയുള്ളൂ, നമുക്ക് അതിനു വേണ്ടി ഇപ്പൊ ഗ്യാസിന്റെ പൈസ ആയാലും ഞങ്ങൾ അയ്യോ ഗ്യാസ് എടുക്കണമല്ലോ നമുക്ക് അടുത്ത മാസം. അത് നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ കൊച്ചു അത് കേട്ട് ഇങ്ങനെ പഠിക്കാണ്. കറണ്ട് ബില്ല് വന്നു, അതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എല്ലാ വീടുകളിലും. അപ്പൊ നമ്മൾ കറണ്ട് ബില്ല്, അപ്പൊ കറണ്ട് ബില്ല് എന്താണെന്ന് അറിയാത്ത പിള്ളേർ കറണ്ട് ബില്ല് ഇത്രയും വരുന്നുണ്ട്, അപ്പൊ 2 മാസം കൂടുമ്പോഴാണ് വരുന്നേ. അതിപ്പോ കുഞ്ഞു പിള്ളേരായാലും വലിയ പിള്ളേരായാലും അത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായാലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കണം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നല്ലതാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി. മിസ് പറഞ്ഞത് ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാനും ഇപ്പം ജോലി മതിയാക്കി ഇവിടെ ഇരിക്കുകയാണ്. ബാംഗ്ലൂരാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോ ഹസ്ബൻഡ് പറഞ്ഞു ജോലി ഒഴിവാക്കണം. ഞാൻ കെയറിങ് ആയപ്പോ പറഞ്ഞു കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അപ്പോ ജോലി ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോയി വന്നുകൂടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്തായാലും മോൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് വരിക, അപ്പൊ പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ കുട്ടി ഒരു ഇതിലാവുന്നവരെ ജോലി ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അന്നേരം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലി ഒഴിവാക്കി വീട്ടിലിരുന്നു. ഇപ്പൊ മോൾ LKGയിലായി. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കിപ്പോ ജോലിക്ക് പോവാം, പക്ഷെ നീ ഒരു ടീച്ചിങ് കോഴ്സ് നോക്കുന്നത്, മോളെ കൂടെ പോയി മോളെ കൂടെ തന്നെ എനിക്ക് തിരിച്ചു വരാം. അത് അപ്പൊ പിന്നെ ശരിയാണ്. നിനക്ക് അവളെയും കെയർ ചെയ്യാം. അവിടെ നീ ആ ഒരു പാത്തിലോട്ട് നോക്കിയാൽ മതി. അല്ലാണ്ട് നിന്റെ IT കമ്പനി ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഡാറ്റ ഓപ്പറേറ്റിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. അപ്പോ IT കമ്പനി ഒക്കെ ആവുമ്പോ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് എടുക്കണം, കുട്ടീനെ എനിക്ക് നോക്കാൻ പറ്റില്ല, ഞാൻ ഇല്ലാത്ത സമയത്ത് ഹസ്ബൻഡ് നോക്കണം, അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു നീ ടീച്ചിങ് പാത്തിലോട്ട് പോടാണെങ്കിൽ നിനക്ക് സാറ്റർഡേ സൺഡേ ലീവായിരിക്കും, 2 months നിനക്ക് 1.5 month ലീവായിരിക്കും. അപ്പൊ നീ ഒരു കാര്യം ചെയ്, നീ ടീച്ചിങ് പാത്തിലോട്ട് പോയാൽ മതി. അപ്പൊ നിനക്ക് ആ ഒരു കുട്ടിയുടെ കൂടെ പോയിട്ട് വരാം, കെയർ ചെയ്യാം കുട്ടീനെ, അവളെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്ന പറഞ്ഞു. ആദ്യമൊക്കെ എനിക്കതൊരു ഇതായി തോന്നി, പറ്റുമോ ടീച്ചിങ് പാത്ത്, ഞാനൊരു IT ഫീൽഡിൽ വർക്ക് ചെയ്ത് എനിക്ക് അത്ര ഒരു ക്ഷമ ഉണ്ടാവോ, ഞാനൊരു ക്ഷമ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ആ മോളെ നോക്കി ഞാൻ ആ ഒരു ക്ഷമയിലോട്ട് വന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജോലിക്കും പോവാം, മോളെയും നോക്കാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് തന്നെ വരുന്നത്. തന്നെ ഞാൻ അങ്ങനെയാണ്. ഞാൻ അതേപോലെ വന്നത്. ഞാൻ എന്റെ മോള് ഇപ്പൊ നഴ്സറിക്ക് പോകുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്കിത് ഇഷ്ടമായിരുന്നു ടീച്ചിങ് ഫീൽഡ്. ഞാൻ ട്യൂഷൻ എടുക്കാറുണ്ട്, കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതേപോലെ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരുന്നില്ല കേട്ടോ. അതേപോലെ കൊച്ചു ജനിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ തന്നെ ട്യൂഷൻ എടുക്കും, അതേപോലെ സെന്ററുകളിൽ പോയി ട്യൂഷൻ എടുക്കും. അങ്ങനെ എനിക്ക് ടീച്ചിങ് ഇഷ്ടമായിരുന്നു. അത് പാഷനായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നത്. അതേപോലെ എനിക്ക് ടൈം ഇഷ്ടമാണ്. ടൈം നമുക്ക് അത്യാവശ്യം കംഫർട്ടാണ്. ഞാൻ അവളെ കൊണ്ടുവന്നാക്കണത്, തിരിച്ചു കൊണ്ടുവരുന്നത് ഞാൻ പോകുമ്പോ അംഗനവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവാം.
അപ്പൊ എന്താണ് ആ പോണ വഴിയിലൊക്കെ അവള് കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയിട്ട് തോന്നി, ആ ടൈമും എല്ലാ കാര്യങ്ങളും നല്ല കംഫർട്ട് ആയിട്ട് തോന്നി. അപ്പൊ കുറച്ചും കൂടി ടൈം നമുക്ക് കുട്ടികളോടായിട്ട് എന്ത് ചെയ്യാനായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ അനുസരിച്ച് നോക്കാം. പിന്നെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. അപ്പൊ എല്ലാവരും പയ്യൊക്കെ പറഞ്ഞ് പോയി തുടങ്ങിട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ചിലപ്പോൾ നാളെ തന്നെ ഉണ്ടാവും എന്റെ ക്ലാസ്. ബാക്കി നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.